ഇന്ന് ആരംഭിക്കുകയാണ് സുറിയാനിയുടെ ക്ലാസ്. ഇന്ന് നമുക്ക് പ്രാരംഭത്തിലെ ആദ്യത്തെ ക്ലാസ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട തയ്യലച്ചൻ സുറിയാനിയെക്കുറിച്ചും സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചും ഭാഷയുടെ വിശദമായ വിവരങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. അച്ഛനെ സ്നേഹപൂർവ്വം നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ഇപ്പോൾ നമ്മുടെ എക്യുമെനിസത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ സഭയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാലാരൂപതാംഗവുമാണ്. അച്ഛൻ ഇപ്പോൾ ചോലത്തടുത്ത് വികാരിയായിട്ട് സേവനം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓക്കെ, അപ്പോൾ ഞാൻ മൈക്ക് അച്ഛനെ കൈമാറുകയാണ്. അച്ഛനെ ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. അച്ഛാ, പുതിയ ക്ലാസിന്റെ തുടക്കമാണോ അച്ഛാ? പുതിയൊരു ബാച്ച് തുടങ്ങുവാണോ അച്ഛാ? നമ്മുടെ സുറിയാനിയുടെ ക്ലാസ് പുതിയതായിട്ട് ആരംഭിക്കുവാണ്, അതിന്റെ തുടക്കമാണ്. അച്ഛനെ ഇനിയിപ്പോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ റെക്കോർഡിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യുവാണ്, ഓഡിയോ ഇല്ല. അച്ഛൻ സംസാരിച്ചാൽ മതി. ഓക്കെ. സുറിയാനി അറിയാവുന്നവര് അല്ല, സുറിയാനി പഠിക്കാൻ തുടങ്ങുന്നവരാണ് എന്ന ബോധ്യത്തിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ സഭ സുറിയാനി സഭയാണ്. എല്ലാ സുറിയാനി ക്രിസ്ത്യാനികൾക്കും പ്രത്യേകം നമസ്കാരം, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ഈ കാര്യം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ലോകത്തിലെ വളരെ വിശിഷ്ടമായ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് ഏതാണ്? ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലപിടിപ്പുള്ളത് ലോകത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടാവും. പക്ഷേ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ കർത്താവിന്റെ ഭാഷ, കർത്താവിന്റെ ഇപ്പൊ നമ്മൾ സുറിയാനി ഭാഷ എന്ന് പറയുമ്പോൾ ഒരു ഭാഷ മാത്രമല്ല എന്നുകൂടെ അറിഞ്ഞിരിക്കുക. അത് ആമുഖത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സുറിയാനി ഭാഷ എന്നത് മാത്രം ആരോ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുന്നു എന്ന വിധത്തിലല്ല. നമ്മൾ തന്നെ വിശ്വാസികളാണ്. വിശ്വാസികൾ സുറിയാനി ഭാഷ പഠിക്കുന്നു. അപ്പൊ അത് ഈശോയിൽ വിശ്വസിക്കുന്നവർ പഠിക്കുന്നു. അപ്പൊ ഈശോയുടെ ഒരു ഭാഷയാണ് പഠിക്കാൻ പോകുന്നത്. അറമായ ഭാഷ എന്ന് പൊതുവെ നമ്മൾ പറയുന്ന അതൊരു ഡയലക്റ്റ് ആണ്. അതിൽ പല രീതിയിലുള്ള ഭാഷകളുണ്ട്. അഥവാ അതില് ഈശോയുടെ സാഹചര്യങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷ. ആ ഭാഷ പഠിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ്. നമുക്ക് ഈശോയോട് തന്നെ നല്ല ഒരു ബന്ധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കൂടുതലൊരു ക്ലോസ്നെസ്, ഒരു അടുപ്പം, ഒരു ഇന്റിമസി കർത്താവിനോട് ഉണ്ടാകാനായിട്ട് ഇടയാകും. ബൈബിളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ ബൈബിളിനോട്, കാരണം ബൈബിള് ഈശോ ജീവിച്ച സാഹചര്യങ്ങൾ, ഈശോ പറഞ്ഞ ഭാഷ, ഈശോ പറഞ്ഞ വാക്കുകളൊക്കെ ഗ്രീക്കിൽ ആണ്. നമ്മൾ പെട്ടെന്ന് ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പൊ ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം നടത്തി ഈശോ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളെ, ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളെ, ഇപ്പൊ അൽഫോൻസാമ്മയുടെ, മലയാളിയായിട്ടുള്ള അൽഫോൻസാമ്മയുടെ ജീവചരിത്രവും വാക്കുകൾ, അല്ലെ കുഞ്ഞച്ചന്റെ ജീവചരിത്രം വാക്കുകൾ ഒക്കെ ഇംഗ്ലീഷിൽ എഴുതി ഒരാൾ പഠിക്കേണ്ടി വരും. അങ്ങനെയാണ്, ഗ്രീക്കിലേക്ക് എഴുതി അത് പിന്നെ പഠിക്കേണ്ടി വരും. ഈശോയുടെ ജീവിതം വിശുദ്ധനാട് നമ്മൾ വിളിക്കുന്ന പാലസ്തീന, യൂദയ, ജെറുസലേം പോലെയുള്ള സ്ഥലങ്ങളിൽ അതൊരു സെമിറ്റിക് നാടാണ്. റോമാ സാമ്രാജ്യത്തിനകത്ത് ഒരു സെമിറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബൈബിളിന്റെ ഒരു നാടാണത്. അങ്ങനെയാണ് നമ്മൾ സെമിറ്റിക് ലാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഭാഷ, അവിടെയുള്ള സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷ, അപ്പൊ ആ ഭാഷയും ആ സംസ്കാരവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്.
ഭാഷയും സംസ്കാരവും പോലെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ ഒരു ആത്മീയത എന്ന് പറയുന്നത്. സുറിയാനി ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ കുറെ കൂടെ സുറിയാനി ആത്മീയത നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ആ ആത്മീയതയുടെ പ്രത്യേകത എന്താണ്? ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ആദിമസഭയുടെ ആത്മീയതയാണ്, ഈശോയുടെ ആത്മീയതയാണ്, ഈശോയുടെ ശിഷ്യന്മാരുടെ ആത്മീയതയാണ്, ഈശോയുടെ അമ്മയായ മർത്ത് മറിയത്തിന്റെ ആത്മീയതയാണ്. അത് നമ്മുടെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെ ആര് ദൂരെ നോക്കി കണ്ടാലും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മീയത എന്ന് പറയാം. അതിന്റെ ഒരു പ്രസക്തിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ട് കൂടെ നമ്മുടെ സഭ ഹെന്തോയിലെ ഇന്ത്യയിലെ സഭയാണ്. നമ്മുടെ സഭയുടെ കണക്ഷൻ തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച പേർഷ്യ, പാർത്തീയ ആ സാമ്രാജ്യത്തിലെ ദേശത്തിലെ സഭകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ ബന്ധങ്ങളുണ്ട്. അപ്പോ ഈ പേർഷ്യയിലെ ഹെന്തോയിലെ സഭ ഈശോയുടെ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട ലിറ്റർജിയാണ് ഉപയോഗിച്ചു വരുന്നത്. അത് യഹൂദരുടെ ആരാധനാക്രമം, ഈശോയുടെ ആരാധനാക്രമം, ജെറൂസലേം ലിറ്റർജി എന്നിങ്ങനെ പല പേരുകളിൽ പറയും. പ്രകാരം നമ്മുടെ ഈ സുറിയാനി ഭാഷാ പഠനത്തിലൂടെ ഇങ്ങനെ ഒരുപാട് മാനങ്ങൾ ഇതിനകത്തുണ്ട്. ആദിമസഭ എല്ലാം യഹൂദ ക്രമമായിരുന്നു. അറിയാമല്ലോ, ബൈബിള് അത്യാവശ്യം അറിയാവുന്നവരാണ്. ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലെല്ലാം നമ്മൾ കാണുന്നു ഈശോ തന്നെ യഹൂദനായിരുന്നു, ശ്ലീഹന്മാരെല്ലാവരും യഹൂദരായിരുന്നു. അവരാദിമ സഭയിൽ ആദ്യം ഒക്കെ അവര് അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സിനഗോഗുകളിലാണ്. അവര് ജെറുസലേം ദേവാലയത്തിൽ പതിവ് പോലെ യഹൂദരുടെ തിരുനാളുകൾക്ക് പോകുമായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ യഹൂദ മതത്തിലെ ഒരു സെക്ട്, ഈശോയും അവന്റെ കാഴ്ചപ്പാടുകൾ, അവനിലുള്ള വിശ്വാസം, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അവന്റെ അനുയായികൾ, അങ്ങനെ ഒരു സെപ്പറേഷൻ പതുക്കെ ആദ്യമൊക്കെ ഒരുമിച്ച് പോയി. പിന്നീടാണ് അവരെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ നസ്രാണികളെ, ഗ്രീക്കിലാണ് ക്രിസ്ത്യാനി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഗ്രീക്ക് സംസ്കാരത്തിലാണ്, ഗ്രീക്ക് ലോകത്താണ്, റോമാ സാമ്രാജ്യത്തിൽ. മറിച്ച് ആ ഈശോയുടെ നാട്ടിലും പിന്നെ ഇങ്ങോട്ട് പേർഷ്യയിലും നമ്മുടെ ഇവിടെയും ഒക്കെ നസ്രാണികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ അവരുടെ പ്രാർത്ഥനയിൽ നസ്രാണികൾ എന്ന വാക്കാണ് ഉപയോഗിക്കുക. യൂതന്മാരും നസ്രാണികളും എന്നാണ് അവർ ഉപയോഗിക്കുക. അതൊരു വിശാലമായൊരു പദമാണ്. നസ്രസിൽ നിന്നുള്ളവരുടെ ഒക്കെ അനുയായികൾ എന്ന രീതിയിലാണ് നസ്രാണികൾ എന്ന് പറയുന്നത്. അപ്പോൾ സുറിയാനി അല്ലെങ്കിൽ അറമായ അല്ലെങ്കിൽ ഹെബ്രായ ഇതെല്ലാം ഈ ആദിമസഭയുടെ ഭാഷയാണ്, അവിടെ ഒറിജിനലാണ്. അപ്പം മറ്റ് സഭകളിലൊക്കെ എന്ത് സംഭവിച്ചു? ഉദാഹരണത്തിന് ഗ്രീക്ക്, റോമാ സാമ്രാജ്യത്തിൽ ഗ്രീക്ക് സംസ്കാരമാണ്. അപ്പൊ അവിടെ സഭകളെല്ലാം ഗ്രീക്ക് സഭകളായാലും റോമാ സാമ്രാജ്യത്തിലെ മറ്റ് ഈ പെൻഡാർക്കി എന്നൊക്കെ പിൽക്കാലത്ത് വിളിക്കപ്പെട്ട സഭകളുണ്ടല്ലോ, ലത്തീൻ സഭ, റോമാ സഭ, ഇപ്പോൾ പരിശുദ്ധ പിതാവൊക്കെ പത്രോസിന്റെ പിൻഗാമി റോമ. അപ്പൊ ആ റോമാ സഭ ലത്തീൻ സഭയായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ പരിഗണിക്കുന്നത്. അപ്പോൾ ആ സഭയ്ക്കും പാശ്ചാത്യ സഭ എന്നാണ്, പാശ്ചാത്യ റോമിലുണ്ടായിരുന്നു. അതേസമയം റോമിന്റെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ സഭകളാണ് അന്ത്യോക്യൻ സഭ, ഗ്രീക്ക് സഭകൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പട്ടണം കേന്ദ്രമാക്കി തന്നെയുള്ള ബൈസന്റൈൻ, അവിടുത്തെ സഭ ഗ്രീക്ക് സഭകളാണ്. അപ്പൊ ഇവിടെ പിന്നെ അന്ത്യോക്യൻ സഭ അല്ലെങ്കിൽ അലക്സാണ്ട്രിയൻ, ഈജിപ്റ്റ് പോലെയുള്ള സഭകൾ അവിടെയൊക്കെ, അതായത് റോമാ സാമ്രാജ്യത്തിലെ പാശ്ചാത്യ സഭയിലായാലും പൗരസ്ത്യ സഭകളിലായാലും അവിടെ എല്ലാം കുറെ എന്താണ് ഒരു മിക്സിങ്, ഗ്രീക്കുമായിട്ട് ഒരു മിക്സിങ് നടക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ. ബൈബിളിൽ തന്നെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലും പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും എല്ലാം ഒരു ഗ്രീക്ക് മയം ആയിട്ട് പഴയ നിയമ ചരിത്ര കാര്യങ്ങളെയും പൂർവ്വപിതാക്കള് ഈശോയുടെ രക്ഷാകര കർമ്മങ്ങൾ, അതിനെല്ലാം ഒരു ഗ്രീക്ക് ഫിലോസഫി വെച്ച് വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിച്ചു തുടങ്ങി. ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിൽ ഒരു ഗ്രീക്ക് കയറിക്കൂടുന്നുണ്ട്, ഗ്രീക്ക് കാഴ്ചപ്പാടുകൾ കയറിക്കൂടുന്നുണ്ട്. അപ്പോൾ ലിറ്റർജിയിലേക്കും അത് വരികയാണ്. അവര് പിന്നീട് യഹൂദരവരെ പുറത്താക്കുന്നു, അല്ലെ റോമാ സാമ്രാജ്യത്തിൽ പീഡിത സഭ തുടങ്ങുന്നു. അവര് കുർബാനയൊക്കെ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു നിയതമായ രൂപത്തിലേക്ക് ഇങ്ങനെ രൂപീകരിച്ചു വരുന്ന സമയത്ത് ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ശക്തമായിട്ട് കാണുകയാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുന്നത്, ആ സഭകളിലെല്ലാം
ആദിമസഭയുടെ അല്ലെങ്കിൽ ആ ജെറുസലേം ലിറ്റർജിയുടെ ശ്ലീഹന്മാരുടെ ആ കൂദാശ അല്ലെ ആരാധനാക്രമത്തിന്റെ ഒരു ദൈവശാസ്ത്രത്തിന്റെ എല്ലാം ഒരു കലർപ്പും നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വലിയ നെഗറ്റീവ് ആകുന്ന രീതിയിലല്ല അവതരിപ്പിക്കുന്നത്. ഒരു കലർപ്പ് സംഭവിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്യൂരിറ്റിയിൽ. അതേസമയം ഈശോയുടെ ഈ വിശുദ്ധനാട് അതിന്റെ പൗരസ്ത്യ ഭാഗങ്ങൾ, ആ വിശുദ്ധനാട് ഇടയ്ക്ക് റോമ സാമ്രാജ്യത്തിൽ, ഇടയ്ക്ക് പേർഷ്യ സാമ്രാജ്യത്തിലും അങ്ങനെ പലപ്പോഴും ഒരു ബോർഡറിലാണ് കിടക്കുന്ന പറയുന്നത്. ഇടയ്ക്ക് പേർഷ്യയിലായിരിക്കും, ഇടയ്ക്ക് റോമയിലായിരിക്കും. ബോർഡറിലായിട്ട് അവിടെ അതിൻ്റെ അസ്വസ്ഥതകൾ എപ്പോഴും കാണുന്ന പറഞ്ഞിട്ടുള്ള ചരിത്രത്തില്. എങ്കിലും നമുക്കൊരു പലപ്പോഴും വലിയ പ്രയാസം കൂടാതെ ഒരു സെമിറ്റിക് കൾച്ചർ അവിടെയും അതിന്റെ ഈ പൗരസ്ത്യ ഭാഗത്തോട്ട് വരുമ്പോൾ മധ്യപൂർവേഷ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ, പഴയ നിയമ നാടുകളിൽ ഇന്നത്തെ ഗൾഫ് എന്ന് വിളിക്കുന്ന, കുറച്ചു കാലം മുമ്പ് പാർത്തിയ എന്ന് വിളിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ആദ്യം ഗൾഫിന് പോകുന്നവരെ പാർത്തിയായിക്ക് പോയി എന്നാ പറയും. അപ്പൊ അവിടെ ആണ് നമ്മുടെ സഭകളുടെ വലിയ ദൈവശാസ്ത്ര കേന്ദ്രങ്ങൾ ഉണ്ടായത്. നിസിബിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ സഭാ കേന്ദ്രങ്ങളിൽ, ദൈവശാസ്ത്ര കേന്ദ്രങ്ങളിൽ സ്കൂൾസ് ഓഫ് തിയോളജിക്കൽ സ്കൂളുകൾ, പ്രേം പിതാവ്, അതുപോലെയുള്ള വലിയ ആദിമസഭാ പിതാക്കന്മാര്, സുറിയാനി പിതാക്കന്മാരൊക്കെ വളർന്നു വന്ന, അവർക്ക് അവരുടെ ദൈവശാസ്ത്രം വികസിപ്പിക്കാൻ സാധിച്ച സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ അധികം കാലറപ്പ് കാണുന്നില്ല. ചെറിയ തോതിലെങ്കിലും പല ഇൻഫ്ലുവൻസുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അവിടെയും പിന്നീട് മതപീഡനം ഉണ്ടാകുന്നുണ്ട്. ആദ്യമൊക്കെ അത്ര മതപീഡനം ഇല്ലായിരുന്നു എന്നാണ് പേർഷ്യൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയുക. ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴും ഇന്ത്യയിലും തോമസ് ലീഹ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. രക്തസാക്ഷിത്വത്തിന്റെ അല്ലെങ്കിൽ മതപീഡനത്തിന്റെ കാലഘട്ടങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. എങ്കിലും നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു വലിയ ചില സമയത്ത് കാണുന്നുണ്ടെങ്കിലും അത്ര എന്താ പറയുക, ഈ റോമ സാമ്രാജ്യത്തിലെ ഒരു ചരിത്രവും മറ്റ് സാമ്രാജ്യങ്ങളിലെ ചരിത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആ ചരിത്രത്തിന്റെ അധികം ഇതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, നമ്മുടെ സഭയുടെ സുറിയാനിയെ സംബന്ധിച്ചിടത്തോളം, സുറിയാനി ആരാധനാക്രമത്തെ സംബന്ധിച്ചിടത്തോളം, സുറിയാനി സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, സുറിയാനി ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് സംസ്കാരത്തിന്റെ സ്വാധീനത്തിന്റെ അത്ര ഒരു കുറവ് എന്ന് വെച്ചാൽ മറ്റൊരിടത്ത് കൂടുതൽ കാണുന്ന റോമ സാമ്രാജ്യത്തില്, പേർഷ്യയിലും ഇന്ത്യയിലും അത്രയും കാണുന്നില്ല. ഒരു പ്യൂരിറ്റി നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അറമായ, ഹെബ്രായ, നമ്മുടെ സുറിയാനി എന്നൊക്കെ നമ്മൾ പര്യായ പദങ്ങൾ പോലെ പറയാവുന്ന ഒരേ സംസ്കാരം അത് തുടരാൻ സാധിച്ചു ചരിത്രപരമായിട്ട്. സഭകളില് തോമസ് ലീഹ സ്ഥാപിച്ച സഭകളിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി നാടുകളില്, ആ പൗരസ്ത്യ സുറിയാനി ഉപയോഗിക്കുന്ന സഭകളില് ഇത് ഒരു പ്യൂരിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് നമ്മൾ സുറിയാനി പഠിക്കുമ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക. ബൈബിളിലെ ഒരു എന്താണ്, നമ്മൾ ബൈബിൾ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതൊക്കെ പുതിയ പുതിയ പ്രയോഗങ്ങളാണെന്ന് ഓർക്കുക. വേദപുസ്തകത്തിലെ ആ ആദിമസഭയിൽ നമ്മൾ കാണുന്ന ഈശോയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന സ്ലീഹന്മാരോട് നേരിട്ട് നമുക്ക് കിട്ടിയ ആ ആരാധനാക്രമം, സംസ്കാരം, അതെല്ലാം നമുക്ക് ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ് എന്നൊക്കെ ഓർത്തു വേണം നമ്മൾ സുറിയാനി ഭാഷ പഠിക്കാൻ എന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഈ സുറിയാനി ഭാഷയുടെ ഉത്ഭവത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവായിട്ട് പ്രചാരത്തിലിരുന്ന ഒരു ഭാഷയാണ് ഈ സുറിയാനി. നമ്മൾ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് പറയുമ്പോൾ ഇന്നത്തെ ഗൾഫ് നാടുകളിൽ സെമിറ്റിക് ഭാഷ കുടുംബത്തിൽപ്പെട്ട അറമായ ഭാഷ, ഈശോയുടെ ഭാഷ ഏതാണ്? പെട്ടെന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഈശോയുടെ ഭാഷ അറമായ അല്ലേ, സുറിയാനി അല്ലല്ലോ എന്നിങ്ങനെ ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പൊ അറമായ എന്ന വിശാലമായ ഒരു ഭാഷയുടെ എദ്ദേസായിലെ ഒരു ഭാഷാഭേദം, ഡയലക്റ്റാണ് കാലക്രമത്തിൽ ഒരു സുറിയാനി ആയിട്ട് ഡെവലപ്പ് ചെയ്തെന്നാണ് ഭാഷയുടെ ചരിത്രം പറയുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് എഴുത്ത് ലിപികള്, അതിനേക്കാൾ ഉപരി ഇതൊരു സംസാര വ്യവഹാര ഭാഷയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമുക്ക് കേൾക്കുമ്പോൾ, നമുക്ക് ഉപയോഗിക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്. ഏറ്റവും പുരാതനമായ ഒരു സുറിയാനി ശിലാലിഖിതം AD 6-ാം നൂറ്റാണ്ടിൽ കാണുന്നുണ്ട്.
ശിലാലിഖിതം AD 6-ാം നൂറ്റാണ്ടില് ഒരു തോൽ ലിഖിതം, അത് AD 243 ഒരു പാർച്ച്മെന്റ്, പിന്നെ ഒരു വിൽപ്പന കരാർ, ഡീഡ് ഓഫ് സെയില്, ഇത് രേഖപ്പെടുത്തിയ ആദ്യത്തെ ഹസ്തലിഖിതം AD 411. ആ കാലങ്ങളിലൊക്കെ നമുക്ക് ഈ സുറിയാനിയുടെ ആദ്യകാല രൂപങ്ങളും തെളിവുകളും ലഭ്യമാണ്. ഭാഷകൾ പഠിക്കുന്നവരുടെ അവരിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. നിലവിലെ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഹസ്തലിഖിതം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സുറിയാനി സഭയുടെ ചരിത്രം, സുറിയാനി സഭ എന്ന് പറയുമ്പോൾ സഭകളെല്ലാം ഞാൻ പൊതുവായിട്ട് ഉദ്ദേശിച്ചാണ് പറയുന്നത്. സുറിയാനിയുടെ കാര്യം പറയുമ്പോൾ ഒത്തിരി സഭകൾ അതിന്റെ കീഴില്, പൗരസ്ത്യ സുറിയാനി, പാശ്ചാത്യ സുറിയാനി, അങ്ങനെ സുറിയാനി സഭകൾ ഒത്തിരിയുണ്ട്. ഇവയെല്ലാം നമ്മൾ പൊതുവെ സുറിയാനി സഭകൾ എന്ന് വിളിക്കാറുണ്ട്. ഈ സുറിയാനി സഭകള് പലതുണ്ട്. പാശ്ചാത്യ സുറിയാനി, പൗരസ്ത്യ സുറിയാനി എന്നിങ്ങനെ രണ്ട് ലിപികള്, രണ്ട് ഭാഷകൾ പോലെ നമുക്കുണ്ട്. അവിടെ നമ്മൾ ചെറിയ ചരിത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. AD 431 ഒരു സൂനഹദോസ്, എഫേസോസ് സൂനഹദോസ്, അങ്ങനെ ഒരു സൂനഹദോസ്, അങ്ങനെ ചരിത്ര സംഭവങ്ങൾ പലതും നടക്കുമ്പോഴാണ് നമ്മൾ അതിനോട് ബന്ധിപ്പിച്ചാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പം. ഈ എഫേസോസ് സൂനഹദോസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൂനഹദോസ് ആണ്. സാർവത്രിക സൂനഹദോസ്, എക്യുമെനിക്കൽ കൗൺസിലുകളുടെ കാര്യം പറയുമ്പോൾ മൂന്നാമത്തെ സൂനഹദോസ് ആണ് ഈ 431 എഫേസോസ് സൂനഹദോസ്. റോമാ സാമ്രാജ്യത്തിൽ നടക്കുന്നതാണ്. റോമാ സാമ്രാജ്യ ആദ്യകാല സൂനഹദോസുകളൊക്കെ ചക്രവർത്തിമാര് വിളിച്ചു കൂട്ടുന്നതാണ്. സാമ്രാജ്യത്തിലെ പൊളിറ്റിക്സ് കൂടെയാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അവിടെ സാമ്രാജ്യത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവശാസ്ത്രപരമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അത് സാമ്രാജ്യത്തിന്റെ ഐക്യത്തെ, അഖണ്ഡതയെ ബാധിക്കും. ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ, സഭയിൽ ഭിന്നതകൾ ഉടലെടുക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ആണ് സൂനഹദോസുകൾ വിളിച്ചു കൂട്ടുന്നത്. അവിടെ നെസ്തോർ എന്ന വലിയൊരു സഭാപിതാവ്, ഗ്രീക്ക് സഭയുടെ, കോൺസ്റ്റാന്റിനോപ്പിൾ സഭയുടെ പാത്രിയർക്കീസ്, അതേസമയം തന്നെ അന്ത്യോക്യൻ ദൈവശാസ്ത്രജ്ഞനാണെന്നാണ്. അന്ത്യോക്യൻ ദൈവശാസ്ത്രജ്ഞനാണ്. നെസ്തോറിയൻ സഭയുടെ പാത്രിയർക്കീസ് ആണ്, അല്ല, കോൺസ്റ്റാന്റിനോപ്പിൾ സഭയുടെ നെസ്തോർ. ഇങ്ങനെ വലിയ സഭാ പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ബന്ധം അവിടെ നമ്മൾ കാണുന്നു. അന്ത്യോക്യൻ സഭ, അന്ത്യോക്യൻ ദൈവശാസ്ത്രം, അങ്ങനെ ഒരാള് കോൺസ്റ്റാന്റിനോപ്പിൾ സഭയുടെ പാത്രിയർക്കീസ് ആയിരിക്കുന്നു. അപ്പൊ ആ ഒരു ആശയം ഒരു സഭയുടെ പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആശയം, അന്ത്യോക്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഒരു ഇതാണല്ലോ ഈ നമ്മുടെ ഈശോ, മാതാവ് ആരാണ്, മാതാവ് ആരാണെന്നുള്ള ഒരു തർക്കം. മാതാവിനെ ദൈവമാതാവ് എന്ന് വിളിക്കാമോ, മാതാവിനെ മിശിഹായുടെ മാതാവെന്ന് വിളിക്കുകയാണോ വേണ്ടത്? പിന്നെ നെസ്തോറും കൂട്ടരും അദ്ദേഹത്തിന്റെ ആശയക്കാര് മിശിഹായുടെ മാതാവ് എന്ന് പറയാം, ക്രിസ്തോത്തോക്കോസ് എന്നാണ് മാതാവിനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈശോ ദൈവപുത്രനാണ്, ദൈവത്തിന്റെ മിശിഹായാണ്, ദൈവം മനുഷ്യനായി അവതരിച്ചു. അപ്പം പുത്രനായ ദൈവത്തിന്റെ മാതാവാണ്, ദൈവത്തിന്റെ അമ്മയുടെ, ഈശോ അവതരിച്ച വചനത്തിന്റെ ഈ ഭൂമിയിൽ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാതാവ്. ഞാനിത് പറയുന്നത് ഈ നെസ്തോറിയൻ സുറിയാനി എന്ന് നമ്മുടെ ഈ പൗരസ്ത്യ സുറിയാനിയെ വിളിക്കാറുണ്ട്. പൗരസ്ത്യ സുറിയാനി ഹോൾഡ് ചെയ്ത തുടർന്ന സഭകളെ നെസ്തോറിയൻ സഭകളെന്ന്, അസീറിയൻ സഭകളെന്നും ഒക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്ര വശം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സഭ ഒരു പ്രത്യേക ഒരു ദൈവശാസ്ത്രവും അതുപോലെ ഒരു ആരാധനാക്രമവുമായിട്ട് മറ്റ് സഭകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി വളരാനും കൂടി ഒരു സാഹചര്യം ഉടലെടുത്തു എന്നുള്ള സൂചിപ്പിക്കാനാണ്. സഭകൾ തമ്മിലുള്ള ഈ ദൈവശാസ്ത്രപരമായ ചെറിയ ആശയവ്യത്യാസങ്ങളുടെ പേരില് കൂട്ടായ്മയിൽ നിന്നും അല്പം ഇങ്ങനെ വിട്ടുനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആര് വിട്ടുനിൽക്കും എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് സെക്കൻഡ് മധ്യാമത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തെ നമ്മള് പല ഈ സഭകളുടെ ഞാൻ സഭയുടെ ഐക്യത്തിന്റെ ചാർജുള്ള അച്ഛനാണ്. അപ്പം അവിടെ നമ്മൾ എപ്പോഴും അത് വലിയൊരു പ്രശ്നമാണ്. ഇന്നാര് വിട്ടുപോയി, അല്ലെ ഇന്നാരെ പറഞ്ഞു വിട്ടു. എപ്പോഴും ഓരോ സഭയും പറയുമ്പോൾ അവരുടെ സഭയുടെ ഭാഗത്ത് ന്യായം പറഞ്ഞ്
മറ്റുള്ളവരൊക്കെയാണ് വിട്ടുപോയെന്ന് നമ്മൾ പറയാം. അങ്ങനെയല്ല, മ്യൂച്വൽ സെപ്പറേഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു ആശയത്തോട് ചേരാനും ചേരാതിരിക്കാനും പറ്റുമ്പോൾ ആ കൂട്ടായ്മയിൽ നിന്നും പതുക്കെ അങ്ങോട്ട് അകന്നു നിൽക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള. വെറുതെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ വഴക്കുമൊക്കെ ആയിട്ട് തുടരുന്നതിനേക്കാൾ നല്ലത് അല്പം ഒരു ബൈബിളിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ വിട്ടു അങ്ങനെ ഒരു സഭ തന്നെ മൊത്തത്തില് ഒരു എന്താണ് ഈ പേർഷ്യയിലെ സഭയും ആ സഭയോട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ സഭയും നമ്മളെ അത് കാര്യമായിട്ട് ചരിത്രപരമായിട്ട് ബാധിക്കുന്നില്ല. കാരണം നമുക്ക് ഇവിടെ നമ്മൾ ആരാധനയൊക്കെ ഇവിടെ റോമിൽ നടക്കുന്ന കാര്യങ്ങൾ, റോമാ സാമ്രാജ്യത്തിലെ കാര്യങ്ങൾ നമ്മളെ അധികം ആ സമയത്ത് അലട്ടാൻ മാത്രം നമുക്ക് അങ്ങനെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. എങ്കിലും ഈ നെസ്തോറിനെ അവർ പുറത്താക്കി. ആ നെസ്തോറിന്റെ ആശയം ഇങ്ങനെ പേർഷ്യയിലെ സഭയിൽ പിന്നീട് തുറന്നു വരുന്നു, സ്വീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് സ്വീകരിക്കുന്നതല്ല. നമ്മുടെ സഭയ്ക്ക് ആ ആദിമസഭയുടെ ഈ ഒരു അരൂപി തുടരാനായിട്ട് സാധിക്കും, ഈ ആശയം തുടരാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഉള്ളത് കൊണ്ട് നമ്മുടെ സഭയില് ആരാധനാക്രമം, നമ്മുടെ സുറിയാനി പൗരസ്ത്യ സുറിയാനി സഭകളില് ഒരു പൗരസ്ത്യ സുറിയാനിയായിട്ട് ആ ഒരു പ്യൂരിറ്റിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ സെപ്പറേഷൻ അവിടെ ഏകദേശം സഭകൾ തമ്മിൽ നമ്മൾ കാണുന്നുണ്ട്. അത് എഫേസൂസ് സുനഹദോസ് മുതലാണ് കാണുക, 431. അപ്പോ സഭയില് റോമാ സാമ്രാജ്യത്തിലെ സഭകളിൽ എന്ത് സംഭവിച്ചു? റോമാ സാമ്രാജ്യത്തിലെ സഭകളില് അവിടെ അലക്സാണ്ട്രിയൻ സ്കൂളിന്റെ ദൈവശാസ്ത്രം പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടു. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ എന്നാണ് അന്നത്തെ സഭയുടെ പിതാവിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആശയം സ്വീകരിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം എന്തായിരുന്നു? നെസ്തോറ് അല്ലെങ്കിൽ അന്ത്യോക്യൻ സ്കൂള് അവര് മിശിഹായുടെ മാതാവ് ക്രിസ്തോത്തോക്കോസ് എന്ന് മറിയത്തെ വിളിക്കുന്നതാണ് ഉചിതമെന്ന് പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞല്ല, ദൈവമാതാവ് എന്ന് തന്നെ പറയണം നിർബന്ധപൂർവ്വം. ഇന്നും അവിടെയുള്ള സഭകള് ഈ ദൈവമാതാവ് എന്നുള്ളതിന് കൂടുതൽ ഊന്നൽ നൽകിയാണ് ചിന്തിക്കുക. അതല്ലാതെ അവർ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്തവർ ഇന്ന് പോലും ചിന്തകളുണ്ട്. ആരാധനാക്രമത്തിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അതല്ലാത്തതിനെയെല്ലാം വളരെ രൂക്ഷമായ പ്രയോഗങ്ങളിലൂടെയാണ് ആരാധനാക്രമത്തിൽ പോലും നമ്മൾ കാണുക. അപ്പൊ അലക്സാണ്ട്രിയൻ സ്കൂളാകട്ടെ റോമാ സാമ്രാജ്യത്തിലാണ്. അവിടെ ഗ്രീക്കിന്റെ ഒരു ദൈവശാസ്ത്രമാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മറ്റിടത്താണെങ്കിലോ ബൈബിളിന്റെ ആ ഒരു ഒറിജിനാലിറ്റിയാണ് നമ്മൾ തുടർച്ച കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഗ്രീക്കിന്റെ ഇൻഫ്ലുവൻസ് വഴി, ഗ്രീക്ക് ഫിലോസഫിയുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് വഴി, സംസ്കാരത്തിന്റെ ഇൻഫ്ലുവൻസ് വഴി അവര് ദൈവമാതാവ് എന്ന ഈശോയെ ലോഗോസ് തിയോളജി, അതുപോലെ എന്താണ് ഈശോ ഇങ്ങനെ ദൈവമാതാവ് എന്നുള്ള ആ ഒരു ആശയത്തിന് കൂടുതൽ ഊന്നൽ നൽകി. തെയോത്തോക്കോസ് എന്ന ടെക്നിക്കൽ ടേം, അങ്ങനെയുള്ള അതിന് ഊന്നൽ കൊടുത്ത് അവിടെ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ് കടന്ന് കൂടുതലായിട്ട് വരികയും അങ്ങനെ അവിടെ പിന്നീട് മുന്നോട്ട് ഉള്ള പാതയിൽ ഈ അന്ത്യോക്യൻ സഭകളില് ആ പ്രദേശത്ത് ഉള്ള, അതായത് ഈ സുറിയാനി നാടുകളിൽ തന്നെ റോമാ സാമ്രാജ്യത്തിനകത്തുള്ള സ്ഥലങ്ങളിൽ ഗ്രീക്കിന്റെ ഒരു ഇൻഫ്ലുവൻസോട് കൂടി പുതിയൊരു ഭാഷ പതുക്കെ ഉടലെടുത്ത് വന്ന് അവിടെ വെസ്റ്റ് സിറിയൻ ഗ്രീക്ക് ലിപികൾ, അതിന്റെ തെളിവെന്ന് പറയുന്ന ഗ്രീക്ക് വവൽസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വെസ്റ്റ് സിറിയക്കിനെ കുറിച്ച് പറയുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാ ലിപികളും തമ്മിൽ സാമ്യം തോന്നും. വെസ്റ്റ് സിറിയക്ക് ആണോ തിരിച്ചറിയാനായിട്ട് ഒരു മാർഗം അതിന്റെ വവൽസ്, അത് ഗ്രീക്ക് വവൽസ് ആണ്. ഗ്രീക്ക് ഇൻഫ്ലുവൻസോട് കൂടി അവിടെ റോമാ സാമ്രാജ്യത്തിനകത്തുള്ള സുറിയാനി സഭകളിൽ ഒരു പരിധി വരെ പുതിയൊരു ലിപി ഒക്കെ ഉടലെടുത്ത് വരികയാണ്. ഈ രണ്ട് സുറിയാനി ഭാഷകളായിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ അതിനു മുമ്പ്, രണ്ടാമതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സുറിയാനി ലിപിയായിട്ട് എസ്ത്രാങ്കല എന്ന് പറയുന്ന ലിപിയുണ്ട്. അതിന് സ്വരങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് കൂടുതൽ അറമായിൽ നിന്നും സുറിയാനിയിലേക്ക് ഉള്ളൊരു വളർച്ചയാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കുക, ഈ വളർച്ച ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഇതിനെ കൃത്രിമമായിട്ട് ഏതെങ്കിലും 10 അല്ലെങ്കിൽ കുറെ ദൈവശാസ്ത്രജ്ഞന്മാരോ ഭാഷാ പണ്ഡിതന്മാരോ ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് ധാരണയാകുന്ന രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള ഒരു പ്രത്യേക ഒരു അങ്ങനെ ഒരു ശാസ്ത്രീയമായോ സാങ്കേതികമായിട്ടോ സംഭവിക്കുന്നതല്ല. ഇതെല്ലാം ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പുരോഗമനമാണ്, അല്ലെങ്കിൽ ഒരു വ്യത്യാസമാണ് എന്നുള്ളതുകൂടെ അറിഞ്ഞിരിക്കുക. ഈ പൗരസ്ത്യ സുറിയാനി, പാശ്ചാത്യ സുറിയാനി എന്ന രണ്ട് സെപ്പറേഷന് മുമ്പ് ഒരു എസ്ത്രാങ്കല ലിപി ഉണ്ടായിരുന്നു. അതാകട്ടെ അറമായ ലിപിയുമായിട്ട് അല്ലെങ്കിൽ അറമായ ഭാഷയുമായിട്ട് കൂടുതൽ ചേർച്ചയുള്ളതായിരുന്നു. എന്നാൽ ഇവയൊന്നും തമ്മിൽ നമ്മൾ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ
നമ്മളതിന്റെ പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ മാറി നിന്ന് കേൾക്കുമ്പോൾ ലിപികൾ നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടാലും നമ്മളിത് കേൾക്കുമ്പോൾ ഇവ തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാരണം സുറിയാനി ഭാഷ എന്ന് പറയുമ്പോൾ സുറിയാനി ഭാഷകളുണ്ട്, സുറിയാനി സഭകളുണ്ട്. ഇതെല്ലാം ഈശോയുടെ ആ വിശുദ്ധനാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആദിമസഭയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഈ ഒരു സഭകളും അവര് പറയില്ല ഞങ്ങള് ഈശോയുടെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഞങ്ങളെല്ലാവരും കർത്താവിന്റെ പാരമ്പര്യം തുടരുന്നവരാണ്, ഞങ്ങളെല്ലാവരും ബൈബിൾ പാരമ്പര്യം തുടരുന്നവരാണ്, കർത്താവിന് ഉപയോഗിച്ച ഭാഷ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ശരിയാണ് ചരിത്രപരമായിട്ട്. കാരണം സ്വാഭാവികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ആരും ബോധപൂർവമായ ഒരു മാറ്റം ഇതിലൊന്നും കൊണ്ടുവന്നതല്ല എന്ന കാര്യം ഈ ആമുഖ ക്ലാസ് ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ, നെസ്തോറിയന്മാരെന്ന് പേർഷ്യയിലെയും എന്തോയിലെയും ഇന്ത്യയിലെയൊക്കെ ക്രിസ്ത്യാനികളെ, നസ്രാണികളെ നെസ്തോറിയന്മാരെന്ന് പിന്നീട് വിളിച്ചു വരികയാണ് മുമ്പത്തെ ആ ഒരു ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ കൊണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം പറയുന്ന കാര്യവും നെസ്തോറിയന്മാർ നമ്മളെ ആക്ഷേപിച്ച് പറയുന്ന സഭകളും അത് ഇന്നും ഉണ്ട്. ലത്തീൻ സഭയിലും അന്ത്യോക്യൻ സഭയിലും ഒക്കെ നെസ്തോറിയന്മാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സമീപനം. കാരണം അവരോട് നമ്മൾ പിന്നെ ഞാൻ ഈ അടുത്ത നാളുകളെല്ലാം ഒത്തിരി സഭകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇപ്പോഴും അത് ആളുകൾ അല്ലെങ്കിൽ ഈ അച്ഛന്മാരും പത്രാന്മാരും പോലും പറയുന്ന ഒരു കാര്യമാണ് നെസ്തോറിയന്മാരും. അപ്പം ഞാനൊക്കെ അവരോട് പറയാം, ഞങ്ങളതിൽ അഭിമാനിക്കുന്നു. അപ്പോൾ അവർക്ക് കാര്യമായിട്ട് പലരുടെ അറിവുകളുടെ പശ്ചാത്തല വ്യത്യാസമുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ദിൻഹ നാലാമൻ എന്നിങ്ങനെ 2 സഭാ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ 1994 ക്രിസ്റ്റോളജിക്കൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുള്ളതാണ് ഈ വിഷയത്തില്. ഇതെല്ലാം അന്നത്തെ കാലത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളായിരുന്നു, തെറ്റിദ്ധാരണകളായിരുന്നു. അങ്ങനെ പൗരസ്ത്യ സുറിയാനി സഭകളെ തെറ്റിദ്ധരിക്കാനിടയായി എന്നുള്ളതാണ് അതിന്റെ ആകെത്തുക. അപ്പൊ തെറ്റിദ്ധരിക്കാനിടയായി, തെറ്റിദ്ധാരണയായിരുന്നു. അത് വലിയ പ്രശ്നമൊന്നും അല്ലായിരുന്നു, ഇതെല്ലാം പൊളിറ്റിക്സ് ആയിരുന്നു. അതുകൊണ്ട് ഈ സഭകളുടെ കുർബാനയും ഈ സഭകളുടെ ദൈവശാസ്ത്രവും ഇതെല്ലാം ഓക്കെയാണ്. ആവശ്യമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂദാശകളുടെ സ്വീകരണം, വിശുദ്ധ കുർബാനയുടെ അർപ്പണവും സ്വീകരണവും ഒക്കെ ആകാം എന്ന ധാരണയിൽ സഭകളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ ലേറ്റർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് അറിയാതെ ഒത്തിരി ആളുകൾ ഇപ്പോഴും സഭയുടെ നേതൃത്വങ്ങളിൽ പോലും ഉണ്ട് എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അത് പറയാൻ കാര്യം ഈ സുറിയാനി ഭാഷയുടെ ചരിത്രവും സുറിയാനി സഭയുടെ ചരിത്രവും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒന്നിനെ നമുക്കിങ്ങനെ വേർതിരിച്ച് എടുക്കാൻ പറ്റത്തില്ല. പൗരസ്ത്യ സുറിയാനി സഭയുടെ ഒരു ചരിത്രമാണ് ഇപ്പോഴീ സൂചിപ്പിച്ചത്. അതൊക്കെ ഈ നെസ്തോറിയൻ ക്രിസ്ത്യാനികള് പിന്നീട് നമ്മൾ ഈസ്റ്റ് സിറിയക്കിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ലിപികള് എസ്ത്രാങ്കരയിൽ നിന്നും കുറച്ചുകൂടെ ഒരു ഡിസൈൻ വൈസിൽ എന്ന് പറഞ്ഞാൽ ഭാഷ കുറച്ചുകൂടെ വളരെ സുന്ദരമായിട്ട് ഇങ്ങനെ വരികയാണ്. ഈ സുറിയാനിയെ കുറിച്ച് ഞാനൊക്കെ ആദ്യകാലത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് സുറിയാനി ആദ്യകാല ലിപിയാണ്. ലശാന സുറിയായ, ലശാന കൽദായ, ലശാന കതുമായ എന്നൊരു പറയും. ആദ്യ ഭാഷ ഇതെല്ലാം ആദ്യകാല ഭാഷയായതുകൊണ്ട് ഈ സുറിയാനിക്ക് ആകപ്പാടെ 22 അക്ഷരങ്ങളേ ഉള്ളൂ. ഈ 22 അക്ഷരങ്ങൾ ഇപ്പൊ പിന്നീട് ഉണ്ടായി വന്ന ഭാഷകൾക്ക് എന്തുമാത്രം ലിപികളാണ്. കാരണം അവയൊക്കെ ലേറ്റർ ഡെവലപ്മെന്റ്സ് ആണെന്നുള്ളതിന്റെ സൂചനയാണ് ഈ ലിപികളുടെ നമ്പര് പോലും, അക്ഷരങ്ങളുടെ നമ്പര് പോലും. സുറിയാനി ഭാഷയിൽ 22 അക്ഷരങ്ങൾ, അത് തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ മലയാളം ഒന്നതാ, നമ്മളെല്ലാം തന്നെ മലയാളികളാണ് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ ഈ മലയാളം ഒന്ന് എഴുതിയെടുക്കണം, ഒരു ആ എന്നൊരു അക്ഷരം എഴുതി തീർക്കണമെങ്കിൽ, ഇൻക എന്നൊരു അക്ഷരം എഴുതി തീർക്കണമെങ്കിൽ എന്തുമാത്രം സമയം നമ്മൾ എന്തുമാത്രം വളച്ച് പൂർത്തിയെടുക്കണം. അത് ലേറ്റസ്റ്റ് ഭാഷയാണെന്നുള്ളതിന്റെ കൂടുതൽ സങ്കീർണമായിരിക്കും അതിന്റെ ലിപികൾ. സുറിയാനിയൊക്കെ എന്താണ്, വളരെ സിമ്പിളാണ്. ആ രീതിയിൽ ചെറുപ്പം മുതലേ പരിചയിച്ചെങ്കിൽ നല്ല കാര്യം. ഇവിടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ഉൾപ്പെടെ ഞാനും ഒരുപാട് മുതിർന്നതിന് ശേഷമാണ് സുറിയാനി അല്ലാണ്ട് സ്കൂൾ ടൈമിൽ നമ്മുടെ കുട്ടിക്കാലത്തും നമ്മൾ പഠിച്ചു തുടങ്ങിയതല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും സഭയുടെ ഭാഷകളുടെ ചരിത്രമോ ലോക ചരിത്രമോ ഒക്കെ പഠിക്കുമ്പോൾ, സഭകളുടെ ചരിത്രം പഠിക്കുമ്പോഴും
ഈ സുറിയാനി എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. 22 അക്ഷരം അറിയാമെങ്കിൽ നമുക്ക് സുറിയാനി വായിക്കാനും എഴുതാനും ഒക്കെ കുറച്ച് നമുക്ക് എളുപ്പമാണ്. ചെറുപ്പം മുതൽ പഠിച്ചാൽ വളരെ എളുപ്പമാണ്. മറിച്ച് ഇംഗ്ലീഷ് നമ്മൾ 26 അക്ഷരമേ ഉള്ളെന്ന് പറയും. പക്ഷെ 26 സ്മോൾ ലെറ്റേഴ്സ് 26, ക്യാപിറ്റൽ ലെറ്റേഴ്സ് 26. അപ്പൊ എത്ര അക്ഷരങ്ങളാണെന്ന് നോക്കണം. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അത്രയും ലിപികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മലയാളത്തിലും 50-ലധികം അക്ഷരങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പ്രയാസമാണ് മറ്റ് ഭാഷകൾ. അതെല്ലാം ലേറ്റർ ആയിട്ടുണ്ടായ ഭാഷകളാണ്. അപ്പൊ ലേറ്റർ ആയിട്ടുണ്ടായ ഭാഷകൾക്ക് അത്ര വ്യത്യാസങ്ങളുണ്ട്. ഈ സുറിയാനി ഭാഷകൾ ഏതായാലും, എസ്ത്രാങ്കലയായാലും ഈസ്റ്റ് സിറിയക് ആയാലും ഗ്രീക്കുമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടായ വെസ്റ്റ് സിറിയക് ആയാലും എല്ലാം ഈ പറയുന്ന എന്താണ് സിമ്പിളാണ്. കൃത്യമായിട്ട് ഭാഷ അറിയാവുന്നവർക്ക് ഇവ തമ്മിൽ കുറച്ചൊക്കെ മാറ്റം മനസ്സിലാവും. ചെറിയ ചെറിയ മാറ്റങ്ങൾ കേൾക്കുമ്പോഴും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അറിയാവുന്നവരെ സംബന്ധിച്ചോളം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. ഇങ്ങനെ ബിന്ദുക്കള് ഈസ്റ്റ് സിറിയക് ലാംഗ്വേജില് അതിന്റെ ഡെവലപ്മെന്റില് മുമ്പ് സൂചിപ്പിച്ച ഒരു സഭകളുടെ തന്നെ സെപ്പറേഷൻ നടക്കാനിടയായ സാഹചര്യമുണ്ട്. അങ്ങനെ വളർന്നു വന്ന സഭയില് പതുക്കെ ഭാഷയുടെയും ഒരു ഡെവലപ്മെന്റ് ഏകദേശം കാണാൻ പറ്റും. അതിൽ ഒരു കാര്യമുള്ളതാണ് ഈ ബിന്ദുക്കൾ ഇടാൻ തുടങ്ങി. കുത്തുകൾ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ സ്വരങ്ങൾ വവ്വൽസ് ഇടാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി മുമ്പത്തെ ഭാഷകൾ ബൈബിൾ എഴുതപ്പെടുന്ന സമയത്തോ എസ്ത്രാങ്കലയില ഒന്നും ഇല്ലാതിരുന്ന വവ്വൽസ് എന്നുള്ള സിസ്റ്റം അത് കുത്തുകളിട്ട്, അതുകൊണ്ട് തന്നെ അതിനൊരു പഴക്കം നമുക്ക് പറയാൻ പറ്റും. കുത്തുകളിട്ട് സാരമായിട്ടുള്ള, മുമ്പ് ലിപികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, കുത്തുകളിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു ലിപി അല്ലെ ഒരു വവ്വൽ സിസ്റ്റം സ്വരം കൊടുക്കുന്ന, സ്വരവേദം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു വരികയാണ്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് പൂർണ്ണ രൂപം പ്രാപിക്കുന്നതായിട്ട് കാണുന്നത്. ആ സഭകളെയാണ് ഈ കൽദായ സഭ എന്നും, അല്ലെ കൽദായ ഭാഷ, കൽദായ സുറിയാനി, നെസ്തോറിയൻ സുറിയാനി, പൗരസ്ത്യ സുറിയാനി, ഇങ്ങനെയെല്ലാം വിളിക്കുന്ന സുറിയാനികളാണ്. റോമ സാമ്രാജ്യത്തില് ഇതേ സമയത്ത് സുറിയാനി സഭകളില് റോമ സാമ്രാജ്യത്തിനകത്ത് അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഗ്രീക്കുമായിട്ടും ഇനി മുമ്പ് സൂചിപ്പിച്ച അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രം അങ്ങോട്ട് രാഷ്ട്രീയമായിട്ട് വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തില് അവിടെ പിന്നീട് സുറിയാനി തുടർന്ന് പോന്നു. എന്നാൽ ഗ്രീക്ക് ലോകത്താണ് ആ സുറിയാനി. അങ്ങനെ അവിടെ ഗ്രീക്കുമായിട്ട് മിക്സിംഗ് നടന്നു. പിന്നെ അടുത്ത സുനഹദോസിൽ ഏതാനും നാളുകൾക്ക് ശേഷം നടന്ന 451 കാൽക്കദോനിയ സുനഹദോസ് എന്ന് പറയുന്ന ആ സുനഹദോസില് മുമ്പേ 431 എഫേസസ് സുനഹദോസ് സംഭവിച്ചതിന് സമാനമായ ഒരു പ്രശ്നം ഇപ്പുറത്ത് റോമ സാമ്രാജ്യത്തിനകത്ത് പിന്നെ കിടക്കുന്ന സഭകളിൽ സംഭവിക്കുകയാണ്. ഇന്നത്തെ സുറിയാനി സഭകളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടാകുകയാണ്. അവിടെ 451 കാൽക്കദോനിയ സുനഹദോസോടുകൂടി ഒരു ബാക്കി ആ റോമ സാമ്രാജ്യത്തിനകത്തുള്ള സഭകളിൽ വേറൊരു സെപ്പറേഷൻ നടക്കുകയാണ്. അവിടെ ദൈവമാതാവ് എന്നതിന് ആശയത്തിന് ഊന്നൽ കൊടുത്തിരുന്നവര് കൂടുതൽ ദൈവമാതാവിന് ഊന്നൽ കൊടുത്ത് അതൊരു പ്രശ്നം വഷളായിട്ട് മാറി. ഈശോയുടെ ദൈവസഭ, ഈശോ മുമ്പ് മാതാവിന്റെ ക്രിസ്തോത്തോക്കോസ് എന്ന് പറഞ്ഞ വിഷയത്തിൽ അവിടെ ഈശോയെ ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കുന്നു എന്നായിരുന്നു ഒരു വിവാദം, പ്രശ്നം. ഇപ്പുറത്ത് അതേസമയം ദൈവം മാത്രമാണ് എന്ന രീതിയിലേക്ക്, മനുഷ്യനെ അല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പക്ഷേ ഒരു ബാലൻസ് എന്ന് പറയുന്നത് ദൈവശാസ്ത്രങ്ങളില് പൂർണ്ണ മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവുമാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ ദൈവമാതാവെന്ന് ഈ മാതാവിനെ വിളിക്കണം, മറിയത്തെ വിളിക്കണം. അങ്ങനെ പോകുമ്പോൾ ഈശോ ദൈവമാണ്, പിതാവായ ദൈവത്തിന്റെ അമ്മയാവുമോ? ഈശോ ദൈവമാണ്, ഈശോ മനുഷ്യനല്ല, മനുഷ്യനായ ഈശോയുടെ അമ്മ എന്ന് ഒരു കാരണത്തിനും പറയാൻ പാടില്ല, മനുഷ്യനെ അല്ല, മനുഷ്യനല്ലല്ലോ എന്ന രീതിയിൽ കാര്യങ്ങൾ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എളുപ്പത്തിൽ പറയുന്ന രീതി ഞാൻ ശ്രമിക്കുന്നതാണിത്. എനിവേ കാൽക്കദോനിയ സുനഹദോസ്, കാൽസിഡോണിയൻ സുനഹദോസ് എന്ന് പറയുന്ന സുനഹദോസ് റോമ സാമ്രാജ്യം നടന്ന സുനഹദോസ് ആണ്. അവിടെ അന്ത്യോക്യൻ സഭ, അതുപോലെ അലക്സാണ്ട്രിയൻ സഭ, ഈ സഭകള്, അവയെ നമ്മൾ വിളിക്കുക ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്നാണ്. അപ്പൊ ആ സഭകള് അതല്ല ഇപ്പോഴത്തെ ശാസ്ത്രീയ നാമങ്ങളാണ്. അന്ന് ആ സഭകള് അലക്സാണ്ട്രിയൻ സഭ അലക്സാണ്ട്രിയ എന്ന സ്ഥലവുമായി ബന്ധിപ്പിച്ചു, അന്ത്യോക്യ സഭ അന്ത്യോക്യ എന്ന സ്ഥലവുമായി ബന്ധിപ്പിച്ചു. അന്ത്യോക്യ സഭ സുറിയാനി സഭ തന്നെയാണ്.
അലക്സാണ്ട്രിയയിലാകട്ടെ കോപ്റ്റിക് ഭാഷയാണ് ഉപയോഗിക്കുക. അപ്പൊ അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രം സഭയില് പൊതുവായിട്ട് അംഗീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യത്തില് നമ്മുടെ സഭകള് തെറ്റിദ്ധരിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല. കാരണം തെറ്റിദ്ധാരണയാണ്. സഭകൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നു തന്നെയാണ് നമ്മൾ ആശ്വസിക്കുന്നതും നമ്മൾ അഭിമാനിക്കുന്നതും. അപ്പൊ ഈ മറുവശത്ത് മറ്റേ ഏതാനും നാളുകൾക്ക് ശേഷം നമ്മുടെ അന്ത്യോക്യായ സഭകളില്, അന്ത്യോക്യൻ സുറിയാനി സഭയില്, അവിടുത്തെ റോമാ സാമ്രാജ്യത്തിനകത്തുള്ള സുറിയാനി സഭയിലാകട്ടെ അവിടെ ഒരു ചെറിയൊരു സെപ്പറേഷൻ സഭാ കൂട്ടായ്മയിൽ കാണുകയാണ്. അങ്ങനെ അവിടെയും ഈ അന്ത്യോക്യൻ സഭയൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞ് അവിടെയും ഒരു ചരിത്രപരമായൊരു കാരണം അവിടെ വേറൊരു സുറിയാനിയായിട്ട് വളരാനായിട്ട് ഒരു കാരണമായിട്ട് സഭകളുടെ ചരിത്രം ഇടയാവും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരെ നമ്മൾ ഇപ്പോ പറയുമ്പോൾ യാക്കോബായ ക്രിസ്ത്യാനികളോ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ വെസ്റ്റ് സിറിയക്ക് ക്രിസ്ത്യൻസ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. ഗ്രീക്ക് അക്ഷരങ്ങൾ സ്വരങ്ങളായിട്ട് ഉപയോഗിക്കാൻ ആയിട്ട് തുടങ്ങി. അതായത് 8-ാം നൂറ്റാണ്ടോടുകൂടി അതിന്റെ ഒരു പൂർണ്ണ രൂപം നമ്മൾ കാണുകയാണ്. പിന്നെ വെസ്റ്റ് സിറിയക്ക് കൃത്യമായിട്ട് മുന്നോട്ട് ആ രീതിയിൽ വ്യത്യാസം കൂടാതെ മുന്നോട്ട് പോകുന്നു. മുമ്പ് സൂചിപ്പിച്ച ഈസ്റ്റ് സിറിയക്കിന്റെ ഒരു വ്യത്യാസം 6-ാം നൂറ്റാണ്ടോടുകൂടി റോമാ സാമ്രാജ്യത്തിന് പുറത്ത് അത് ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. അതങ്ങനെ അവിടെയും തുടരുന്നു. ആ ലിപികൾ ഇപ്പോഴും നമ്മുടെയൊക്കെ സഭകളിൽ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നു. വെസ്റ്റ് സിറിയക്ക് ലിപികൾ അന്ത്യോക്യൻ പാരമ്പര്യമുള്ള സഭകളിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ 2 പ്രധാന സുറിയാനി ശാഖകളായിട്ട് ഇപ്പോൾ സഭകളുണ്ട്, ഭാഷകളുണ്ട്, ആരാധനാക്രമങ്ങളുണ്ട്. പാശ്ചാത്യ സുറിയാനി ലിപികളെ സർത്തോ എന്ന് വിളിക്കുന്നു, സർത്തോ എന്ന് വിളിക്കാറുണ്ട്. പാശ്ചാത്യ സുറിയാനി ലിപികൾ അങ്ങനെ ഒരു പേരുണ്ട്. അങ്ങനെ എസ്ത്രാങ്കല സുറിയാനി, പൗരസ്ത്യ സുറിയാനി, പാശ്ചാത്യ സുറിയാനി എന്നിങ്ങനെ 3 വ്യത്യസ്ത ലിപികൾ നമുക്ക് കാണാം. എന്നാൽ ഇവ 3 വ്യത്യസ്ത ഭാഷകളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരേ വാക്കുകൾ തന്നെയാണ് ഉച്ചരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ അക്ഷരം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അക്ഷരത്തിന്റെ പോലും വ്യത്യാസം നമുക്ക് കാര്യമായിട്ട് പറയാനില്ല. സ്വല്പ വ്യത്യാസമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരേ വ്യാകരണമാണ് ഉപയോഗിക്കുക, വ്യാകരണം, ഗ്രാമർ. ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലിപികളുടെ ഷേപ്പിൽ മാത്രമാണ്. സ്വരങ്ങളിലും കാര്യമായ വ്യത്യാസം പറയാനില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ആലാഹ എന്ന് പൗരസ്ത്രീയിൽ ഉപയോഗിക്കുന്ന ആലോഹോ. അപ്പൊ നമ്മൾ സ്വർഗസ്നായ പിതാവെ, ഞങ്ങൾ ഈ നാളുകളിൽ ഒത്തിരി സഭകൾ തമ്മിൽ ഒരുമിച്ചിരുന്ന കൂട്ടായ്മകൾ ഒത്തിരി ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടെ. ഒത്തിരി നസ്രാണി കൂട്ടായ്മകൾ ഈ അടുത്ത കാലത്ത് അംഗീകമായിട്ട് പലരും കൂടുന്നുണ്ടാവും. ഞങ്ങൾ കൂടുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പൊ അവിടെ ഞങ്ങൾ വെസ്റ്റ് സ്ത്രീക്കാർ, ഈസ്റ്റ് സ്ത്രീക്കാർ ഒരുമിച്ച് നിന്ന് ആബുദ്വിസ്മയ ചെല്ലുകയാണ്. ആബുദ്വിസ്മയ അവരും ഞങ്ങളും ഒരുമിച്ച് ഈ ആബുദ്വിസ്മയ ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ ആ സ്വരവ്യത്യാസം ആ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ തടസ്സമായിട്ടോ പ്രയാസമായിട്ടോ തോന്നുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. സുറിയാനി ഭാഷയുടെ ആമുഖം, അതില് ഈ ഒരു ചരിത്രം നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നതല്ലാന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു. സുറിയാനി ഭാഷയുടെ കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഒരു ഭാഷ മാത്രമല്ല, ഭാഷയ്ക്കപ്പുറം, ഭാഷ എന്ന് പറയുന്നത് 10-ൽ ഒരൊറ്റ കാര്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. ഭാഷ എന്ന് പറയുന്നത് അതിന്റെ ലിപികൾ, അതിന്റെ ഉച്ചാരണം, അതിനേക്കാൾ ഉപരി അത് എന്തുമാത്രം കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. വിശാലമായ ഒരുപാട് ലോകങ്ങളോട് ബന്ധപ്പെട്ടാണ്. ആരാധനാക്രമത്തിന്റെ, ദൈവശാസ്ത്രത്തിന്റെ ലോകം, ആരാധനാക്രമത്തിന്റെ ലോകം, ബൈബിളിന്റെ ഒരു വലിയ ലോകം, ഈശോയുടെ ലോകം, സഭാചരിത്രത്തിന്റെ ലോകം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സുറിയാനി എന്ന് പറയുന്നത്. സംഗീതത്തിന്റെ ഒരു ലോകമാണ്, സംഗീതം, സുറിയാനി സംഗീതമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടതാണ്. പിന്നെ സാഹിത്യ ലോകമുണ്ട്, അത് വേറൊരു വലിയൊരു ലോകമാണ്. ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആമുഖത്തിൽ ഒരു പക്ഷേ സാഹിത്യ ലോകത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും. സാഹിത്യ, സുറിയാനി സാഹിത്യം, ദൈവശാസ്ത്രമൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആദിമ സഭാപിതാക്കന്മാര് കവിതകൾ എഴുതുമായിരുന്നു. അപ്പുറമിനെ കുറിച്ചൊക്കെ പറയുന്ന ഗീതങ്ങളിലൂടെ പഠിപ്പിച്ച ആളാണെന്നാണല്ലോ ദൈവശാസ്ത്രം. അല്ലെങ്കിൽ ഇനി ദൈവശാസ്ത്രം ഗീതങ്ങൾ ആയിട്ടായിരിക്കണം എന്നില്ല, അല്ലാതെ എഴുതപ്പെടുന്ന രേഖകളും ദൈവശാസ്ത്രം വ്യാഖ്യാനിക്കാൻ വേണ്ടി
ഏത് സഭയിലായാലും ആദ്യകാലത്ത് എഴുതപ്പെട്ട പ്രബോധനങ്ങളെ അന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ ശിഷ്യന്മാർ എഴുതുന്നതാകാം, നേരിട്ട് ആരെങ്കിലും എഴുതുന്നതാകാം, സാഹിത്യ രൂപത്തിലോ ഈ കലാരൂപങ്ങളിലോ ഒക്കെ ആകാം. അങ്ങനെ എഴുതുന്നതെല്ലാം സാഹിത്യത്തിന്റെ ഒരു ലോകത്തും കൂടെയാണ് വരുന്നത്. സുറിയാനി സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ്. ഗ്രീക്ക് സാഹിത്യം, ഗ്രീക്ക് തത്വശാസ്ത്രം, BC കാലഘട്ടത്തിലൊക്കെയുള്ള ഗ്രീക്ക് തത്വശാസ്ത്രവും സാഹിത്യവും നമ്മൾ വലിയ തത്വചിന്തകളെ കുറിച്ചൊക്കെ പറയുന്നത് ഈ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറയുന്ന വലിയ ഫിലോസഫിക്കൽ വേൾഡ് ഉണ്ട്. പിന്നീട് സഭയുടെ ചരിത്രം വരുമ്പോൾ വലിയ ഗ്രീക്ക് ദൈവശാസ്ത്ര ലോകമുണ്ട്, ഗ്രീക്ക് സാഹിത്യമുണ്ട്. നമ്മള് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. നമ്മള് സുറിയാനി സാഹിത്യത്തെ കുറിച്ച്, സുറിയാനി ലോകത്ത് ഭാഷ വികസിക്കാനും കൂടെ കാരണമായിട്ടുള്ള നമ്മുടെ ഈ കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സാഹിത്യമാണ് സുറിയാനി സാഹിത്യം എന്ന് പറയുന്നത്. അതൊരു 2-3 നൂറ്റാണ്ടുകളാണ് സുറിയാനി സാഹിത്യത്തിലെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. പുരാതന ഒരു മെസപ്പൊട്ടോമിയ സംസ്കാരം എന്നൊക്കെ പറയുന്ന വലിയ പുരാതന സംസ്കാരങ്ങളാണ്. ഈ പേർഷ്യൻ സംസ്കാരത്തിന്റെ പല കാലഘട്ടത്തിലെ പേരുകളാണ്. സാമ്രാജ്യത്തിനും ആ പ്രദേശങ്ങളൊക്കെ പേരുകളുണ്ട്. ബാബിലോണിയ, മെസപ്പൊട്ടോമിയ, അങ്ങനെയുള്ള പേരുകൾ ഒക്കെ ഈ പേർഷ്യൻ, പാർത്തിയൻ എന്നൊക്കെ വിളിക്കുന്ന ആ സാമ്രാജ്യത്തിൽ ലോകത്ത് ദേശത്ത് ഉണ്ട്. അപ്പം യഹൂദ സംസ്കാരം, സെമിറ്റിക് സംസ്കാരം, യഹൂദ സാഹിത്യം, സെമിറ്റിക് സാഹിത്യം, ബൈബിൾ സാഹിത്യം, ഇങ്ങനെയെല്ലാം നമുക്ക് ഈ സുറിയാനി സാഹിത്യത്തെ നമുക്ക് വിളിക്കാം. സുറിയാനി ഭാഷയും സുറിയാനി സാഹിത്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പ്രയോഗങ്ങൾക്കെല്ലാം വലിയ അർത്ഥ വ്യാപ്തിയുണ്ട്, മാനങ്ങളുണ്ട്. ബർദൈസ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ, അതുപോലെ തന്നെ നമുക്ക് അപ്രേമിന്റെ കൃതികള് 4-ാം നൂറ്റാണ്ടിലാണല്ലോ അപ്രേമിന്റെ കാലഘട്ടം. നർസായിയുടെ എഴുത്തുകള്, സാറൂഖിലെ മാർ യാക്കോബ്, അത് വരുമ്പോഴത്തേക്കും 5-ാം നൂറ്റാണ്ട് ആവുകയാണ്. അങ്ങനെയൊക്കെയുള്ള രചനകൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ 5-ാം നൂറ്റാണ്ടെന്നും മുമ്പ് സൂചിപ്പിച്ചതിൽ 6-ാം നൂറ്റാണ്ട് ആകുമ്പോഴത്തേക്കുമാണ് ഒരു ഈസ്റ്റ് സിറിയക്കിന്റെ ഒരു ഡെവലപ്മെന്റ് പൂർത്തിയാകുന്നത് പറയുമ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേക സ്റ്റേജിന്റെ കാലഘട്ടമാണ് ഭാഷയുടെ വികാസത്തിൽ. ഈ പിതാക്കന്മാരുടെയൊക്കെ രചനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഷയുടെ ചരിത്രത്തിൽ. ഈ എദ്ദേസ, നിസിബിസ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങള് റോമാ സാമ്രാജ്യത്തിലും പേർഷ്യൻ സാമ്രാജ്യത്തിലും ഒക്കെ ബോർഡറുകളിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. പൊളിറ്റിക്കലായിട്ട് ഇടയ്ക്കും മുട്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ പ്രയാസങ്ങൾ, അവിടെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചും ആ പ്രദേശങ്ങളിൽ ഇപ്പൊ യുദ്ധ സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലോകത്തുണ്ടല്ലോ, പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ നടക്കും. ഈ ബോർഡറുകളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യര്, സിവിലിയൻസ്, എത്രയോ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയായിരിക്കും അവരുടെ മാനസിക നില, അവരുടെ ഒരു പ്രയാസം. ഈ എദ്ദേസയൊക്കെ ഇടയ്ക്ക് റോമിലായിരുന്നു, ഇടയ്ക്ക് പേർഷ്യയിലായിരുന്നു ഒക്കെയാണ്. അങ്ങനെ പേർഷ്യയുടെ ഭാഗമായിരുന്ന കാലഘട്ടമുണ്ട്, അങ്ങനെ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കാലഘട്ടമുണ്ട്. എദ്ദേസയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ നിസിബിസിലേക്കൊക്കെ മാറാനുള്ള കാരണം ഇതുപോലെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാണ്. അങ്ങനെ പേർഷ്യ സാമ്രാജ്യത്തില് റോമാ സാമ്രാജ്യത്തിലേക്ക് എദ്ദേസ മാറ്റപ്പെടുന്ന സമയത്ത് പേർഷ്യൻ സാമ്രാജ്യത്തില് നിസിബിസ് വളർന്നു വരികയാണ്. സുറിയാനിയുടെ വളർച്ച എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിലാണ് പേർഷ്യ സാമ്രാജ്യത്തിലെ സെലൂഷ്യ, സ്പെസിഫോൺ, അർബേല തുടങ്ങിയ പട്ടണങ്ങള്, മൊസൂള്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അവിടെയുള്ള ദയറാകളിലുമൊക്കെ ആയിട്ട് വലിയ സാഹിത്യ അല്ലെങ്കിൽ ഭാഷകളുടെ ഒക്കെ വികാസം ശക്തമായിട്ട് നടക്കുകയാണ്. അത് നമ്മള് ഭാഷയുടെ ഒരു ആമുഖത്തിൽ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സൂചിപ്പിക്കുന്നതാണ്. ഇതെല്ലാം എത്രയോ ഉചിതമായ നാടുകളാണ്. ചരിത്രം ശരിക്കും ഭാഷയുമായിട്ട് നന്നായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്.
അപ്പം ഈ സുറിയാനി ഭാഷകളുടെ ഈറ്റില്ലങ്ങളും സുറിയാനി സാഹിത്യത്തിന്റെ ഈറ്റില്ലങ്ങളും സുറിയാനി ദൈവശാസ്ത്രത്തിന്റെ ഈറ്റില്ലങ്ങൾ ഇന്നിപ്പോ ആ പ്രദേശങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കും. പിന്നീട് ചരിത്രത്തിലുണ്ടായ എത്രയോ വലിയ എന്താണ് ക്രിസ്ത്യാനികളുടെ മേലുണ്ടായ അതിക്രമങ്ങൾ 7-ാം നൂറ്റാണ്ട് മുതൽ ഖലീഫമാര് 632 661 കാലഘട്ടങ്ങളാണ്. ഉമവിയ, അബ്ബാസി തുടങ്ങിയ വംശങ്ങളിലെ ഇസ്ലാമിക ഭരണാധികാരികളുടെ രാഷ്ട്രീയ ആധിപത്യങ്ങൾ. മധ്യപൂർവ്വദേശത്ത് പിന്നെ അറബിയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയപരമായിട്ട് വലിയ മതപീഡനങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തില് ഈ സഭകൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ നസ്രാണി ക്രൈസ്തവര് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എത്ര ഇതാണ്. അപ്പൊ അവിടെ ഈ ഭാഷ ഒരു തടസ്സമൊന്നും കൂടാതെ ഇങ്ങനെ തുടർന്ന് നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. ഈ ദൈവശാസ്ത്ര കേന്ദ്രങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അവിടെ സഭ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, കൊലകൾ നിഷ്കരുണം നടത്തപ്പെടുന്നു, വംശഹത്യകൾ നടത്തപ്പെടുന്നു. വലിയ പ്രതിസന്ധികളിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു സഭയിലെ ഇപ്പോഴും ആ നാട്ടിൽ തന്നെയും നമ്മുടെയൊക്കെ കേരളത്തിൽ നമ്മളിപ്പോ ഇതിനകത്തിരിക്കുന്നവരെല്ലാം പേര് നോക്കുമ്പോൾ മലയാളികളെ പോലെ തന്നെ തോന്നുന്നു. നമുക്ക് എന്ത് ഭാഗ്യം ചെയ്തവരാണ് ഈ സുറിയാനി ഭാഷയുടെ നിലനിൽപ്പിന് വേണ്ടി, ഈശോയുടെ സംസ്കാരത്തിന്റെ, ഈശോയുടെ ഭാഷയുടെ, ആദിമ സഭയുടെ ആ പ്യൂരിറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും നമ്മൾ ഈ സാങ്കേതികമായിട്ടുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഭാഷ പഠിക്കാൻ കുറച്ചു പേര് തയ്യാറാവും. എത്രാമത്തെ ബാച്ചായിരിക്കും, എത്രയോ പേര് ഈ നാളുകൾ സുറിയാനി പഠിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഈ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവികമായ വലിയ കൃപയുടെ ഒരു പ്രവർത്തനമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ദൈവത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ട്. ദൈവം നമ്മളെ ഒത്തിരി പരിപാലിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമാണ് ഈ ഭാഷ. സുറിയാനി ഭാഷ അത് ഈശോയുടെ ഭാഷ. 1900-കളുടെ ആരംഭത്തില് സീറോ മലബാർ സഭയുടെ പ്രത്യേകമായിട്ടുള്ള ചരിത്ര കാലഘട്ടമാണ്. അവിടെയൊക്കെ ഈ ആലുവ സെമിനാരിലൊക്കെ സുറിയാനി ഡിക്ഷണറി എഴുതിയ കാലഘട്ടം. ആ കാലഘട്ടത്തില് തൃശൂർ വികാരിയാത്തിന്റെ വികാരി അപ്പസ്തോലിക്ക മെത്രാൻ യോഹന്നാൻ മേനാച്ചേരി അദ്ദേഹത്തിന്റെ ഒരു സുറിയാനി ഡിക്ഷണറിക്ക് എഴുതിയ ആമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സീറോ മലബാർ സഭയിലെ മലയാളം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല, രണ്ടാമത്തെയും സുനഹദോസ് നടന്നിട്ടില്ല. സുറിയാനിയിൽ തന്നെ കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന കാലഘട്ടമാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധികൾ എന്നൊക്കെ പറയാം, സഭയിലെ ഒത്തിരി പ്രതിസന്ധികളുണ്ടല്ലോ. അപ്പൊ സുറിയാനിയുടെ ഒരു വെറുപ്പ് ഇപ്പോൾ ഒത്തിരി ആളുകളിൽ ഉണ്ടായിരിക്കും. അതൊക്കെ അറിവില്ലായ്മ അല്ലെങ്കിൽ നുണപ്രചരണങ്ങൾ സാത്താന്റെ ഒരു സ്വഭാവമാണല്ലോ. ഒന്ന് നുണ, രണ്ട് കൺഫ്യൂഷൻ. അനൈക്യത്തിന് അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് മനുഷ്യരെ വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് സാത്താന്റെ ആയുധങ്ങളാണ് ഈ സുറിയാനി ഭാഷ കടന്നു പോകുന്ന ഓരോരോ പ്രതിസന്ധികൾ. അന്ന് യോഹന്നാൻ മേനാച്ചേരി മെത്രാൻ അല്ലെങ്കിൽ വികാരി അപ്പസ്തോലിക്ക അന്ന് 1907 എഴുതിയതായിട്ടാണ് ഞാനൊരു ഡിക്ഷണറി കണ്ടത്. അവിടെ ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ സ്വന്തം ഭാഷയായ സുറിയാനി. ആ ഭാഷ എന്താണ്? ഈശോയും അവന്റെ ശിഷ്യന്മാരും അവന്റെ അമ്മയായ മറിയവും ഉപയോഗിച്ച ഭാഷ, വിശുദ്ധ ഭാഷ. നമ്മുടെ നാട്ടില് ഇതൊരു വിശുദ്ധ ഭാഷയാണെന്ന്, ഇപ്പൊ ഇത് വിശുദ്ധ ഭാഷയാണെന്ന് അംഗീകരിക്കാൻ ഒത്തിരി പേര് പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ കുറെ പേര് മടിക്കുന്നു, കുറെ പേര് എതിർക്കുന്നു, അവഹേളിക്കുന്നു. അൽദായവാദം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള പ്രൊപ്പഗാന്ത നടക്കുന്നു. അപ്പം വിശുദ്ധമായിട്ടുള്ളൊരു ഭാഷ, കാരണം നമ്മുടെ ഈ നാട്ടില് ഹൈന്ദവര് അവരുടെ മന്ത്രങ്ങളും അവരുടെ പ്രധാന പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നത് സംസ്കൃതം ഉരുവിട്ടുകൊണ്ടാണ്. ആ ഭാഷ അവര് മാറ്റുന്നില്ല. ദൈവിക ഭാഷയാണ്, വേദഭാഷയാണ്, ദേവഭാഷയാണ്. അപ്പൊ നമ്മുടെ ആളുകൾ ഈ സുറിയാനിയെ ചങ്കേറ്റി നെഞ്ചിൽ കൊണ്ടു നടന്നത്, അത് ഏത് പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ, അത് ഇന്ത്യയിലാകട്ടെ പേർഷ്യയിലാകട്ടെ ഏത് സ്ഥലത്തായാലും ഈ ആരാധനാക്രമവും ഈ ഭാഷയും
ഈ സാഹിത്യവും ഒക്കെ തുടരാൻ പറ്റി എന്നുള്ളത്, ഈ സഭകൾക്ക് തന്നെ തുടരാൻ പറ്റി എന്നുള്ളത്, ഇത് അതിപവിത്രമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മുടെ ആളുകൾ ജീവൻ പോയാൽ പോലും ഈ ഭാഷയെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചൊരു കാലഘട്ടമാണ്. യൂറോപ്യൻ മിഷണന്മാരൊക്കെ ഇവിടെ വന്ന് കിണഞ്ഞു പരിശ്രമിച്ച് ഈ സുറിയാനി ഭാഷയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഭാഷ ഇല്ലാതാക്കാൻ പറ്റിയെന്നറിഞ്ഞ നിമിഷത്തിൽ അവർക്ക് ഒരു തരത്തിലും പറ്റാതെ വന്നപ്പോൾ അവർ ചെയ്തൊരു കാര്യമാണ് യൂറോപ്പിലെ ഭക്തകൃത്യങ്ങളും അവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം സുറിയാനി ഭാഷയിലാക്കി തന്നു. നമ്മുടെ ആളുകൾ സുറിയാനി ഭാഷയിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് അതേപടി വിഴുങ്ങുമായിരുന്നു, അതേപടി സ്വീകരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കണമെങ്കിൽ, അംഗീകരിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ സുറിയാനിൽ എഴുതി തന്നാ ഉടനെ ഇത് സുറിയാനിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് എന്റെ കർത്താവിന്റെ ഭാഷയാണ്, ഇത് വിശുദ്ധ ഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ അതേപടി എടുക്കുകയാണ്. അങ്ങനെ സഭയിൽ ആരാധനാക്രമത്തിലൊക്കെ ഒത്തിരി കലർപ്പുകൾ ഉണ്ടായി. സീറോ മലബാർ സഭയിലെ അച്ഛനെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷവും അഭിമാനവും ഉള്ള കാര്യം, ഈ അന്ന് അങ്ങനെ കയറിക്കൂടിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ സ്ഥിരീകരിച്ച് അതിന്റെ ഉറവിടങ്ങളോട് വിശ്വസ്തത പുലർത്തി സഭയിൽ ഔദ്യോഗികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ദയറ പോലെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ കുറെ ആളുകൾ സുറിയാനി പഠിച്ചു കഴിയുമ്പോൾ, ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒറിജിനാലിറ്റി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കടന്നുകൂടിയിട്ടുള്ള കലർപ്പുകൾ, മുമ്പ് നമ്മൾ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിലെ കാര്യം പറഞ്ഞത്, ഗ്രീക്ക് കലർപ്പുണ്ടായി ഭാഷയിലും സാഹിത്യത്തിലും ദൈവശാസ്ത്രത്തിലും ആരാധനാക്രമത്തിലും സഭാ സംവിധാനങ്ങളിലെല്ലാം. ഒരു ബൈബിളിന്റെ സംസ്കാരത്തിൽ നിന്ന്, ഈ പറയുന്ന സുറിയാനി സംസ്കാരത്തിൽ നിന്ന്, ആദിമസഭയുടെ ആ ഒരു ജൂയിഷ് സംസ്കാരത്തിൽ നിന്ന് എല്ലാം ഒരു കലർപ്പ്, ഒറിജിനലിൽ നിന്ന് ശകലം മാറി. അത് മോശമായിട്ടോ ദോഷമായിട്ടോ തെറ്റാണെന്നോ ഒന്നുമല്ല, നമ്മൾ ആ രീതിയിൽ ആ സഭകൾ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇവിടെ വലിയ കലർപ്പില്ലാതെ പോയ ആ ഒരു സാഹചര്യം, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ഈ സുറിയാനി നമുക്ക് തുടരാനായിട്ട് പറ്റി. എന്നാൽ ഈ അടുത്ത കാലത്ത് യൂറോപ്യൻ മിഷണറിമാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുറിയാനി സഭകളിൽ കുറെയൊക്കെ കലർപ്പുകൾ കടന്നു പോകുന്നു. അതും ശുദ്ധീകരിച്ച് യൂറോപ്യൻ മിഷണറിമാരെ നിർത്തലാക്കിയ നെസ്തോറിന്റെ കൂദാശക്രമവും തേദോറിന്റെ കൂദാശക്രമവും, ദയദോറിന്റെ ഗുണമെന്ന് പറയാം, അത് ചരിത്രത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും തെളിവുകളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു ഉദയംപൂർ സുഹൃദോസിലെ ഒരു പ്രയോഗമാണ്. അങ്ങനെ 3 കൂദാശകൾ അവര് നിർബന്ധപൂർവ്വം നിർത്തലാക്കി. അതിപ്പോ സീറോ സഭയിൽ വീണ്ടെടുത്തിരിക്കുകയാണ്. അസീറിയൻ സഭകള്, കൽദായ സഭയിലൊക്കെ അത് അവര് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്കത് അവരെ ബാധിച്ചിട്ടില്ല. നമ്മുടെ കാര്യത്തിൽ അത് നിർത്തലാക്കി നമ്മളിപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പൊ സുറിയാനി സഭയുടെ ഒരു ഉണർവ് ഈ നാളുകളിൽ കാണുന്നുണ്ട്. ഒത്തിരി പേര് സുറിയാനി പഠിക്കാൻ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സുറിയാനി പഠിക്കാൻ, അതിന് ദൈവം നമ്മളെ സോഷ്യൽ മീഡിയ എന്നുള്ള സംവിധാനത്തിലൂടെ ഒത്തിരി യുവാക്കളെ എനിക്ക് പരിചയമുണ്ട്. യുവാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ സഭയുടെ ചരിത്രം പഠിക്കുന്നു, ഭാഷയുടെ ചരിത്രം പഠിക്കുന്നു, സുറിയാനി പഠിക്കുന്നു, സുറിയാനി പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മലങ്കരയുടെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ, നമ്മുടെ ഇവിടെ പേർഷ്യയിൽ നിന്ന് വരുന്ന മെത്രാന്മാർ, പേർഷ്യൻ സഭയിൽ നിന്ന്, സെലൂഷ്യ സ്തെസിഫോൺ സഭയിൽ നിന്ന്, അവിടെ പിന്നീട് അസീറിയൻ സഭയും കൽദായ സഭയും എന്ന 2 ഡിവിഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. കത്തോലിക്ക ഒരു വിങ് അവിടെ ഉണ്ടാകുന്നുണ്ട്, കൽദായ സഭ എന്ന പേരിൽ. ഈ സഭകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് സുറിയാനി മെത്രാന്മാർ വരും, സുറിയാനി സന്യാസിമാര് മെത്രാന്മാരായിട്ട് വരും. അങ്ങനെ ഇവിടെ ഒരു സുറിയാനി ആരാധന ക്രമം, അത് യഹൂദരിൽ നിന്നാണ് ഇവിടെ നമുക്ക് തുടങ്ങുന്നത്. സിസ്റ്റമാറ്റിക് ആകുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എദ്ദേസ, നിസിബിസ് പോലുള്ള സ്ഥലങ്ങളിലെ ആ ഒരു മുമ്പ് സൂചിപ്പിച്ചത്, അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആരാധന വളരുമ്പോൾ അവിടുന്ന് വരുന്നവരിലൂടെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ ലഭിക്കുന്നുണ്ടാവും. സുറിയാനി വിശുദ്ധരായിട്ടുള്ള ഈ കണ്ടീഷനുകൾ വന്ന കൊല്ലത്തിന്റെ ഭാഗങ്ങളൊക്കെ കടലിനടിയിലാണ്. അവര് പറഞ്ഞത് തെളിഞ്ഞ സമയം, ചില സമയത്ത് കടൽ തെളിയും,
ആ തെളിയുന്ന സമയത്ത് വലിയ പുരാതന കെട്ടിടങ്ങളുടെ തുറമുഖങ്ങളുടെ അവശിഷ്ടങ്ങൾ താഴെ കൽക്കെട്ടുകളൊക്കെ കാണാനാവും. സുറിയാനി എന്ന് പറയുന്നത് സുറിയാനി സഭയിൽ നിന്ന് സുറിയാനി നാടുകളിൽ നിന്നോട്ട് മെത്രാന്മാര് വരുന്നതായിട്ട്, സംഘങ്ങൾ വരുന്നതായിട്ട്, പല കുടിയേറ്റങ്ങൾ നടക്കുന്നതായി, അവിടെ മതപീഡനം നടക്കുമ്പോൾ ഓടി വന്നതും അല്ലാത്ത സമയത്തും ഒക്കെ ആയിട്ട് സുറിയാനി മെത്രാന്മാരുടെ വരവ്, സുറിയാനി ബന്ധം നമ്മുടെ ഈ മലങ്കരയ്ക്ക് ഉണ്ട്. അത് യഹൂദരിൽ നിന്ന് തുടങ്ങുന്നതാണ്, തോമാസ് ലീഹായുടെ കൈമാറി കിട്ടുന്നതാണ്. അത് ചിലപ്പോൾ പറയാറുണ്ട് അത് പേർഷ്യയിൽ നിന്ന് മെത്രാന്മാര് വന്നത് കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അവിടെ കാണാം. പക്ഷെ സുറിയാനി എന്ന് പറയുന്നത് അത് ഇവിടെ BC കാലഘട്ടത്തിലുള്ള യഹൂദരിലൂടെ നമ്മുടെ മലങ്കരയിലുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു യഹൂദ രീതി, അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതി, ആത്മീയത, സംസ്കാരം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ മലങ്കര വളരെ അനുഗ്രഹീതമായ ഒരു നാടാണ്. സുറിയാനി പിടിച്ചു നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ദൈവം മലങ്കരയെ സഹ്യപർവ്വതത്തിന്റെയും അറബിക്കടലിന്റെയും ഇടയിലുള്ള മല ആലം. കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, മലകള് ആലം എന്ന് പറഞ്ഞാൽ വെള്ളം, മലയും വെള്ളവും തമ്മിൽ ചേരുന്ന ആ ഒരു നാടിനെ വിളിക്കുന്ന മലയാളം, അല്ല മലങ്കര, തനിമയുള്ള ഒരു പ്രയോഗമാണ്. അതിനെ അറബികൾ വിളിച്ചതാണ് മലബാർ. ഈ മലബാർ ആയാലും മലങ്കരയായാലും മലയാളമായാലും എല്ലാം നമ്മുടെ ഈ പ്രദേശം സുറിയാനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു നാടാണ്. സുറിയാനി പിടിച്ചു നിൽക്കേണ്ട മറ്റു സ്ഥലങ്ങളിലെ സുറിയാനിയുടെ ഉറവിട കേന്ദ്രങ്ങളായിരുന്ന, ഈറ്റില്ലങ്ങളായിരുന്ന സ്ഥലങ്ങളെല്ലാം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ക്രൈസ്തവ ചരിത്രം എടുത്താലും ക്രൈസ്തവരുടെ ഔദ്യോഗികമായിട്ടുള്ള വിശുദ്ധ ഭാഷയായ സുറിയാനിയുടെ ചരിത്രം എടുത്താലും ഈ മലങ്കര അതിപ്രധാനമായ സ്ഥലമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. വളരെ മൈനോറിറ്റി ആയിട്ട് നമുക്ക് ഇപ്പോഴും നിലകൊള്ളുന്ന ഈ സമൂഹം, സുറിയാനി സഭകൾ സുറിയാനിയെ ഇപ്പോഴും വിലമതിക്കുന്നു. ഇപ്പോഴും നമ്മൾ സുറിയാനി പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഒരു കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സഭകൾക്ക് മുഴുവൻ സുറിയാനിയെ, വിശ്വാസികൾക്ക് എല്ലാവർക്കും സുറിയാനിയെ, വൈദികർക്ക് എല്ലാവർക്കും ഈ സുറിയാനിയെ പുൽകാൻ, അതിനെ അതിൽ അഭിമാനിക്കാൻ, അതിനെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ദുരവസ്ഥ, അല്ലെങ്കിൽ ഒരു മോശാവസ്ഥ ആണ് എന്നുള്ളത്, ഒരു ദയനീയമായ അവസ്ഥ. അത് നമ്മൾ കുറച്ചു പേരുടെ ഇടപാടാണ് സുറിയാനി. കുറച്ച് പ്രാന്തന്മാരുടെ, കുറച്ച് വിവരമില്ലാത്തവരുടെ ഒക്കെ കാര്യമായിട്ട് സുറിയാനിയൊക്കെ ഞാൻ നിരന്തരം കേൾക്കാറുള്ള പ്രയോഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ സുറിയാനി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കുറെ പേര് എന്ന് പറയുന്നത്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്തോ ദൈവികമായ ശക്തമായ ഇടപെടലുകൾ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. മലങ്കരയെ ദൈവം കൈവിടുകയില്ല. മലങ്കര, ഞങ്ങളുടെ സുറിയാനിയുടെ ഈറ്റില്ലങ്ങളില് ഈശോയുടെ ആ രക്ഷാകര കർമ്മങ്ങൾ നടന്ന ആ സ്ഥലത്ത് പോലും ഇപ്പൊ സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലല്ലല്ലോ. അതിന്റെ കസ്റ്റോഡിയൻസ് കുറച്ചു പേരൊക്കെ അതിനെതിരെ കുറച്ച് സ്വാതന്ത്ര്യം കാണുമായിരിക്കും. പക്ഷെ അത് നമ്മുടെ ഉടമസ്ഥതയിലല്ല. പക്ഷെ കർത്താവിന്റെ ഭാഷ ഇവിടെ സേഫാണ്. ഈ മലങ്കരയിൽ നമ്മൾ മലയാളികള് മലങ്കരയിലെ സുറിയാനി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മലങ്കരയിൽ നിന്നുള്ളവര് മലയാളികള് ലോകത്ത് എവിടെയായാലും അവിടെ സുറിയാനി ക്രിസ്ത്യാനികള്, മലങ്കരയിലുള്ള സുറിയാനി ക്രിസ്ത്യാനി ഏത് സഭയായാലും, ഇതിന് അടുത്ത നാളുകളിൽ എനിക്ക് സന്തോഷം ചെയ്യണം, മാർത്തോമാ സഭയിൽപ്പെട്ട് ഒത്തിരി പേര് സുറിയാനി പഠിക്കുന്നു. നമുക്ക് ബിലീവേഴ്സ് ചർച്ചിലുള്ള ഒരു സുറിയാനി പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ അപ്പൊ പഠിക്കേണ്ട സഭകൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ. അതായത് ഈ സഭകളൊക്കെ സുറിയാനി പഠിക്കാനായിട്ട് വലിയ താല്പര്യം എടുക്കുന്നു എന്നുള്ളത് മലങ്കരയിലെ വലിയൊരു അത്ഭുതമാണ്, ദൈവത്തിന്റെ വലിയൊരു ഇടപെടലാണ്. ഈ മലങ്കര അതുകൊണ്ട് നിസ്സാരമായ ഒരു സ്ഥലമല്ല, ഇത് സുറിയാനിയുടെ ഈറ്റില്ലം തന്നെയാണ്. യഹൂദ മതത്തിനും യഹൂദരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാടാണ് ഇന്ത്യ. കാരണം ഇന്ത്യയിലെ ഇവിടുത്തെ ആത്മീയ സംസ്കാരവും ഇവിടെ നസ്രാണികളുടെ, അല്ലെങ്കിൽ ഇവിടെ യഹൂദ മതത്തിനും യഹൂദ ആചാരങ്ങൾക്കും യഹൂദ സംവിധാനങ്ങൾക്കും ഇവിടെ ഒരു പ്രയാസവും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ്. നമ്മള് അതുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഈ സുറിയാനിയും കാണേണ്ടത്. യഹൂദരുടെ ആ ഒരു സ്വസ്ഥത,
ഒരു സംതൃപ്തി ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ നസ്രാണികളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഈ മലങ്കരയില് നമ്മൾ ഈ 2000 വർഷങ്ങളായിട്ട് റോമാക്രിസ്തുവിന്റെ കാലം മുതലേ തന്നെ നമുക്ക് ഇവിടെ ഒരു സുറിയാനി ആരാധനാക്രമവും സുറിയാനി ആത്മീയതയും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇവിടെ പൗരസ്ത്യ സുറിയാനിയാണ് ആദ്യ യൂറോപ്യൻ മിഷണറിമാരുടെ വരവ് വരെ അവരെ മുറുക്കി ഇവിടെ ഉദയംപേരൂർ സുന്നതദോസ് നടന്നു, ഇവിടെ പൂനംകുരി സത്യം നടന്നു. ഇത് രണ്ടും എല്ലാ സഭകളും ഒരുമിച്ച് നിന്ന് ആണ് കൈകാര്യം ചെയ്തത്. അതിന് മട്ടാഞ്ചേരിയില് ജനുവരി 3 കുരിശിൽ ആലാത്ത് കെട്ടി പൂനംകുരി സത്യം അഥവാ ശ്ലീവാ സത്യം നടത്തിയത് എല്ലാവരും ഒരുമിച്ചായിരുന്നു. പിന്നീട് ഏതാനും മാസങ്ങൾ എടപ്പള്ളി പള്ളിയിൽ ഒരുമിച്ച് കൂടി. 1653 തന്നെ കാര്യമാണ് പറയുന്നത്. 1653 തുടർന്ന് ആലങ്ങാട് ഒരുമിച്ച് കൂടി. ആ വർഷത്തെ പെന്തക്കോസ്താൽ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാണ് എടപ്പള്ളിയിൽ നിന്ന് പിരിഞ്ഞത്. അങ്ങനെ ആലങ്ങാട് ഒരുമിച്ച് കൂടി 12 വൈദികര്, കശീശാമാര്, പത്തനാരന്മാര് കൈവച്ച് അന്നത്തെ അർക്കദിയാക്കോൻ പള്ളിയോഗം, സുറിയാനി ആത്മീയത, ഇതെല്ലാം വലിയ ഒരു ലോകമാണ്. അതിലേക്കൊന്നും നമുക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ കൈവച്ച് മെത്രാനായിട്ട് വാഴിച്ചു ഒരു ചരിത്ര സംഭവമാണ്. ഇവിടെ വലിയ സംഭവങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞ് ആ സമയമൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ ലത്തീൻ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. 1599 ഉദയംപേരൂർ സുന്നതദോസോടുകൂടി നമ്മുടെ സഭയുടെ ഭരണം, നേതൃത്വം എല്ലാ നസ്രാണികളുടെയും കാര്യമാണ് പറയുന്നത്. ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. അങ്ങനെ ആണെന്ന് ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെയാണ് ചരിത്രപരമായിട്ട് നമ്മുടെ എല്ലാ സഭകളും നമ്മളെല്ലാം ഒന്നായിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ ഭദ്രവാദോ പേട്രണേജ് എന്നുള്ള സിസ്റ്റത്തിലൂടെ പോർച്ചുഗീസുകാരുടെ ആ മിഷണറി സംവിധാനത്തിലൂടെ റോമൻ മാർപ്പാപ്പ പോർച്ചുഗീസുകാർ കൊടുത്ത, സ്പെയിൻകാർ കൊടുത്ത ആ സംവിധാനത്തിലൂടെ നമ്മളെല്ലാം ലത്തീൻ കീഴിൽ അകപ്പെട്ടുപോയി. ആ മിഷണറി സംവിധാനം ക്രൈസ്തവരാക്കുമ്പോൾ അത് പോസിറ്റീവാണ്, എന്നാൽ ക്രൈസ്തവരെ തന്നെ അടിച്ചമർത്തുമ്പോൾ അത് നെഗറ്റീവാണ്. അത്തരത്തില് നമ്മളെല്ലാവരും ഒരു പോർച്ചുഗീസ് വൽക്കരണത്തിലൂടെ, പറങ്കിവൽക്കരണത്തിലൂടെ കടന്നുപോയി. അതിന്റെ ചില രൂക്ഷമായ ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ നമ്മൾ പൂനംകുരി സത്യം നടത്തി, ശ്ലീവാ സത്യം, മട്ടാഞ്ചേരി പടിയോല, ആലങ്ങാട് നടന്നു മെത്രാഭിഷേകം, അങ്ങനെ സംഭവങ്ങൾ നടന്നപ്പോൾ ഒന്നിച്ചായിരുന്നു നമ്മൾ. പിന്നീട് ഇവിടെ ഏതാണ്ട് കോളിളക്കങ്ങൾ സംഭവിക്കുന്നു, വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. റോം അത് പഠിക്കാനായിട്ട് നേരിട്ട് വിട്ട സംഘത്തിന്റെ പേരാണ് പ്രൊപ്പഗാൻഡ. അങ്ങനെ പോർച്ചുഗീസ് ഭദ്രവാദവും നേരത്തെ ഏതാനും 50-60 വർഷമായിട്ടുള്ളത്, 1599 മുതലുള്ളത്, ജൂൺ മുതൽ, അല്ലെങ്കിൽ റോമൻ പ്രൊപ്പഗാൻഡ, ഈ രണ്ട് ഒരു സംവിധാനം കൂടി ഇങ്ങോട്ട് വരിക. അങ്ങനെ രണ്ട് ലാറ്റിനൈസേഷൻ സിസ്റ്റങ്ങൾ, യൂറോപ്യനൈസേഷൻ, ഒരു മത കോളനിവൽക്കരണം ഇവിടെ നടക്കാനായിട്ട് ഇടയാകുന്ന സാഹചര്യം. അങ്ങനെ ഇവിടെ രണ്ട് ഭരണ സംവിധാനങ്ങളായിട്ട് അതിന്റെ ലക്ഷ്യങ്ങളൊന്നുമല്ല, അതൊക്കെ വേറെ രീതിയിൽ അത് പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. ലക്ഷ്യങ്ങളൊക്കെ നല്ല ലക്ഷ്യങ്ങളായിരിക്കാം, പക്ഷെ പ്രയോഗിക്കപ്പെട്ടപ്പോൾ ആയുധം കൈ കിട്ടുന്നവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചും അവരുടെ വിശുദ്ധിയും അവരുടെ നന്മയനുസരിച്ചിരിക്കും അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. പ്രൊപ്പഗാൻഡ, ഭദ്രവാദം അതിനാൽ തന്നെ മോശമല്ല, പക്ഷെ അത് അപ്ലൈ ചെയ്യപ്പെട്ടത്, അത് പ്രയോഗിക്കപ്പെട്ടത്, അത് ചിലയിടത്ത് നല്ലതായിട്ടും നമ്മളെ സംബന്ധിച്ചോളം വളരെ അത് ദോഷകരമായിട്ടും ഒക്കെ വന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പൗരസ്ത്യ സുറിയാനി സഭകൾ അങ്ങനെ അങ്ങോട്ട് ഈ സിസ്റ്റത്തിലൂടെ അങ്ങ് വഴങ്ങി പോവാം, പൗരസ്ത്യ സുറിയാനി. അതേസമയം ഇത് മലങ്കരയുടെ പ്രത്യേക ചരിത്രമാണ് പറയുന്നത്, ഇത് വലിയ പഴക്കമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ പൗരസ്ത്യ സുറിയാനി ഇങ്ങനെ അങ്ങ് പോകുന്ന സമയത്ത് ഈ ഒരു പോർച്ചുഗീസ് പറങ്കിവൽക്കരണവും റോമൻ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ലാറ്റിനൈസേഷനും ഇങ്ങനെ രണ്ട് സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ വൈദിക പരിശീലന സിസ്റ്റവും ഇവിടുത്തെ ഇടവക സിസ്റ്റവും രൂപതാ സിസ്റ്റങ്ങളും ഒക്കെ മാറി ഇവിടെ റോമൻ സിസ്റ്റം ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാഷ മാത്രം, അപ്പൊ സുറിയാനിയിലെ സ്പിരിച്വാലിറ്റിയും തിയോളജി എല്ലാം ഇതുപോലെ യൂറോപ്യനൈസ് ലാറ്റിനൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങ് കടന്നുപോയി 1600 കടന്ന് 1700 കടന്ന് 1800 2-3 നൂറ്റാണ്ടുകൾ ഇങ്ങനെ കടന്നു പോവുക. അതേസമയം ഇവിടെ പ്രൊപ്പഗാൻഡയിൽ നിന്ന് വന്നവര് ഇവിടുത്തെ കുറവളിങ്ങാടുകാരൻ പള്ളിവീട്ടിൽ പറമ്പിൽ ചാണ്ടി എന്ന കത്തനാർക്ക് 12 പേര് കൂടി കൈവച്ച് അർക്കദിയാക്കോനെ മെത്രാനായി വാഴിക്കുന്ന 12 പേരിൽ ഒരുവനായിരുന്നു അദ്ദേഹം. ഇവര് തമ്മില് കസിൻസ് ആയിരുന്നു. അപ്പൊ ഇതിൽ പറമ്പിൽ ചാണ്ടിക്ക് മെത്രാഭിഷേകം കൊടുത്തു.
അങ്ങനെ രണ്ട് മെത്രാന്മാരുടെ ഒരു നേതൃത്വം നമ്മുടെ ഈ മലങ്കരയിലെ നസ്രാണികൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ പുത്തൻ കൂറുന്നു പഴയ കൂറുന്നു, പുത്തൻ കൂറ്റുകാര് പഴയ കൂറ്റുകാർ എന്ന രീതിയിൽ പ്രയോഗിക്കാറ്. അതിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതെന്തും ആയിക്കോട്ടെ, അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് നസ്രാണികൾ മാറുന്ന സാഹചര്യം. അങ്ങനെ നമുക്ക് ഈ അതിനകത്ത് ഈ പറയുന്ന അർക്കദിയാക്കോന്റെ കീഴിൽ അല്ലെങ്കിൽ ആ മെത്രാനായിട്ട് അങ്ങനെ ഒന്നാം മാർത്തോമ രണ്ടാം മാർത്തോമ എന്ന് പറഞ്ഞു പോയ ആ ശാഖയിൽ അങ്ങനെ നമ്മുടെ സഹോദരങ്ങളാണ് അവര്, നമ്മൾ ഒരപ്പന്റെ മക്കളാണ്, ഇവരെല്ലാം ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരെ മാറ്റി നിർത്തിയല്ല, ആ ശാഖയിൽ അവരുടെ ഇടയിലേക്കാണ് യാക്കോബായ സഭയുടെ സ്വാധീനം. അതായത് അവരുടെ ആദ്യത്തെ മെത്രാൻ മാർ ഗ്രിഗോറിയോസ് 1665 ജെറൂസലേമിൽ നിന്ന് മാർ ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് നമ്മളിപ്പോൾ വിളിക്കുന്ന സിറിയൻ ഓർത്തഡോക്സ്, ഓർത്തഡോക്സ് സിറിയൻ രണ്ടായാലും നമുക്ക് വിഷയമില്ല, നമ്മൾ രണ്ടും അംഗീകരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു മെത്രാന്റെ ആഗമനത്തോടെ മലങ്കരയിൽ പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമത്തിന്റെ ഉപയോഗം പതുക്കെ തുടങ്ങുക. ആദ്യം ഇന്ന് വന്നു നാളെ തുടങ്ങി അങ്ങനെ പറ്റത്തില്ല. വല്യച്ഛന്മാരൊക്കെ പഴയ സുറിയാനി തന്നെ തുടർന്നു, പ്രശസ്തന്മാരെന്നാൽ പുതിയ സുറിയാനിയാൽ സ്വാധീനിക്കപ്പെട്ട് പഠിച്ചെടുത്തൊക്കെ കാലാകാലങ്ങളിൽ അവര് എന്താണ് ഈ പറയുന്ന അർക്കദിയാക്കോൻ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മാർത്തോമ 1, 2 എന്ന ആ ഒരു പാരമ്പര്യം തുടർന്നു വന്ന ആ സഭകളില് അന്ത്യോക്യൻ ക്രമം സുറിയാനി എന്ന മുമ്പ് പറഞ്ഞ പാശ്ചാത്യ സുറിയാനി അത് തുറന്നു വരികയാണ്. അത് മലങ്കരയുടെ ചരിത്രമാണ്. എന്നിട്ട് മുളന്തുരുത്തി സുനകദോസിലാണ് 1876 ഇനിമേൽ അന്ത്യോക്യൻ മാത്രം മതി എന്നവര് കടുത്ത തീരുമാനം എടുക്കുക. അന്ത്യോക്യ എന്ന് പറയുന്ന പാത്രിയാർക്കീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ. അതുവരെ അവരുടെ സഭകളിൽ എല്ലാം ഈ കൽദായ സുറിയാനി അഥവാ പൗരസ് സുറിയാനി ഉപയോഗിക്കുമായിരുന്നു. മലങ്കരയുടെ ചരിത്രം. സുറിയാനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ കർശോൻ ലിപി എന്ന് പറയുന്ന കർശൂനി എന്ന ലിപി നമ്മുടെ മലയാളവും സുറിയാനിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ കർശൂനി എന്ന് പറയുന്നത് മലയാളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, മലയാളത്തിൽ നമ്മൾ എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, മലയാള ഭാഷ ഉപയോഗിക്കുമ്പോൾ മലയാളത്തിൽ ഒത്തിരി ഭാഷകൾ ലിപികളുണ്ട്. അപ്പൊ സുറിയാനി 22 ഉള്ളൂ. അപ്പൊ നമുക്ക് മലയാളം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ 22 ലിപികൾ വെച്ച് സുറിയാനിയിൽ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഇപ്പൊ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സുറിയാനിയിൽ എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യും. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ നമ്മൾ മലയാളം അറിയത്തില്ലാത്ത, മലയാളം വായിക്കാൻ അറിയത്തില്ലാത്ത, മലയാള ഭാഷയിൽ വലിയ ഗ്രാഹ്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മലയാളം പ്രാർത്ഥനകളൊക്കെ ഇംഗ്ലീഷ് ലിപികളിൽ ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. അന്നാ പെസഹ തിരുനാൾ, ഇത് എന്റെ ശരീരമാവും, ഇംഗ്ലീഷ് ലിപികൾ എഴുതും എന്ന് പറയുന്നത് പോലെ. കാര്യം മലയാളമാണ്, പക്ഷെ ഇംഗ്ലീഷ് ലിപികൾ എഴുതും. നമ്മൾ മൊബൈലിൽ അങ്ങനെ ഒരു പ്രയോഗമാണല്ലോ, ഇംഗ്ലീഷ് നമ്മൾ മലയാളം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളെ സുറിയാനിയിൽ എഴുതാൻ നമുക്ക് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ, സുറിയാനി 22 ലിപികൾ പോരാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട്, അതും ഒരു ദിവസം കൊണ്ട് കുത്തിയിരുന്ന് 5-6 പേരെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പഠിച്ച് നിശ്ചിത രൂപം വന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഞാൻ ആ മേഖലയിൽ അധികം പഠിച്ചിട്ടില്ല, എങ്കിലും ഇതിന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. നമ്മുടെ ജോസൂട്ടി എന്ന് പറയുന്ന ആയാങ്കുടിയിലുള്ള ചേട്ടനും ജോസൂട്ടി സാറൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ ആഴമുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അങ്ങനെ കർശോൻ ലിപികൾ സുറിയാനിയിൽ മലയാളം എഴുതാൻ വേണ്ടി, സുറിയാനി ഇല്ലാത്ത ലിപികൾ പരിഹരിക്കാൻ വേണ്ടി അത് സുറിയാനി പോലെ സുറിയാനിയിൽ തന്നെ നമുക്ക് പിന്നെ മലയാള അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വരങ്ങൾക്ക് വേണ്ടിയിട്ട് ലിപികൾ ഉണ്ടായി. അങ്ങനെ ഒരു ലിംഗം കൂടെ സുറിയാനി ഭാഷയുമായി ബന്ധിപ്പിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കർശോൻ ലിപികൾ അത് വലിയൊരു ലോകമാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്തുമാത്രം മുന്നോട്ട് പോയി എന്ന് നമുക്ക് സംശയമുണ്ട്. തുടങ്ങിയിട്ടുണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ കർശോൻ ലിപി പഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അത് വലിയൊരു സ്കോപ്പ് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സുറിയാനി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഭാവിയിൽ നമുക്ക് സഭാപരമായിട്ടോ ആഗോളതലത്തിൽ സാഹിത്യ ലോകത്തോ
ഉറപ്പായിട്ടും ഒരു വലിയൊരു പ്രസക്തി. കാരണം വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഒരു സെബാസ്റ്റ്യൻ ബ്രോക്ക് എന്ന ഒരാള് പാശ്ചാത്യ ലോകത്ത് സുറിയാനി പഠിച്ചപ്പോൾ നമ്മൾ എത്രയോ വിലപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹത്തെ കാണും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ ദയറായും കോട്ടയത്തുള്ള സീറി സ്ഥാപനം തെക്കേപ്പറമ്പിലച്ചനും പൂനമാകളച്ചനും ഇങ്ങനെയുള്ള പിന്നെ ഒത്തിരി സഭകളിൽ അച്ഛന്മാരുണ്ട്. നമ്മുടെ സുറിയാനി അറിയാവുന്ന, സുറിയാനി പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ള അച്ഛന്മാര് അല്ലെങ്കിൽ അതുമായ സഹോദരങ്ങൾ, ഇവരെല്ലാം വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അത് ഈശോയുടെ ഒരു ഭാഷ, സംസ്കാരം, ഭാഷ ഭാഷ എന്ന് പറയുന്നത് ലിപി മാത്രമല്ല, ഭാഷ എന്നാണ് ഞാൻ കൂടുതലായിട്ട് ഊന്നൽ നൽകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ കുറച്ചുകൂടെ പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈഡിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. സുറിയാനി കുർബാനയൊക്കെ ആയിട്ട് ചെല്ലാൻ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആളുകൾ വന്ന് ഓരോ സംശയങ്ങൾ ചോദിക്കും. അപ്പൊ സുറിയാനി ഭാഷ, സുറിയാനി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തീമാണ് സുറിയാനി സമുദായം, നസ്രാണി സമുദായം. ഈ സമുദായത്തിന്റെ കെട്ടുറപ്പ് മാർ തോമസ് ലീഹായുടെ പൈതൃകവും അങ്ങനെയുള്ള സഭകളാണ് സുറിയാനി സഭകൾ. അതുപോലെ തന്നെ സുറിയാനി ഭാഷ, സുറിയാനി ആരാധനാക്രമം, സുറിയാനി ആത്മീയത. അപ്പൊ ആത്മീയതയുടെ ഭാഗമാണ് നമ്മുടെ കുടുംബങ്ങളിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, നമ്മുടെ കുടുംബങ്ങളിൽ വേദപുസ്തകം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ. അതെല്ലാം ഇടക്കാലത്ത് ശ്രീരാമകൃഷ്ണയുടെ ചരിത്രം പറയുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് വേറെ ഭക്തകൃത്യങ്ങൾ കയറി വരികയുണ്ടായി. അങ്ങനെ നമ്മുടെ സഭയിൽ അങ്ങനത്തെ ചില ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ സുറിയാനിയുടെ ഉപയോഗം അത് നിസ്സാരമായ ഒരു കാര്യമല്ല. സുറിയാനി സമുദായത്തിന്റെ കൂടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. അതുകൊണ്ട് സമുദായ കൂട്ടായ്മകൾ നമ്മൾ അംഗീകാരമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് ആളുകൾ, നിങ്ങളെ പോലെ കുറെ പേര് സുറിയാനി പഠിക്കും. അപ്പൊ അത് എല്ലാവർക്കും പറ്റും നമ്മൾ വിചാരിക്കുക. എല്ലാവർക്കും പറ്റിയ നല്ല കാര്യം, എല്ലാവർക്കും പറ്റുന്ന വേറൊരു ലെവല് കാണുമായിരിക്കും. ആ ഒരു ലെവലിൽ എല്ലാവർക്കും അത് പറ്റത്തുള്ളൂ. കുറച്ച് പേര് ഡീപ്പായിട്ട് ഒരുപാട് വലിയ പണ്ഡിതരായിട്ടൊക്കെ മാറും വലിയ സഭയിൽ ഈ സുറിയാനിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ സാധാരണ പീപ്പിളുണ്ട്, കോമൺ പീപ്പിളുണ്ട്. പണ്ടുകാലത്ത് ബൈബിള് പറഞ്ഞ സാധാരണക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ടപ്പോഴാണ് വിശീത്ത എന്നുള്ള പേര് അല്ലെങ്കിൽ ഉൾഗാത്ത എന്നുള്ള പേര് സിമ്പിൾ, ചീപ്പ് എന്നൊക്കെയാണ് പോപ്പുലർ. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെ അങ്ങനെയും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ സുറിയാനി സമുദായം, സുറിയാനി ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പോൾ ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് പോലും സുറിയാനി ഭാഷ ഒരു പരിഹാരമായിട്ട് മാറി. ക്രിസ്ത്യാനികൾ ഇങ്ങനെ അടിച്ചു പിരിഞ്ഞ് പരസ്പരം പോരടിച്ച് തമ്മിലടിച്ച് വഴക്കുണ്ടാക്കി എപ്പോഴും ഇരിക്കുക എന്നതിന് ഇരിക്കാതെ നമ്മൾ ഒന്നാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്നുള്ളതിന് ഒരു അടിസ്ഥാന ഘടകമായിട്ട് നിലകൊള്ളുകയാണ് സുറിയാനി ഭാഷയും, സുറിയാനി ആരാധനാക്രമവും, സുറിയാനി സാഹിത്യവും, സുറിയാനി സംഗീതവും, സുറിയാനി ചരിത്രവും, സുറിയാനി ആത്മീയതയും എല്ലാം. അതുകൊണ്ട് അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. അതിപ്പോൾ അങ്ങിങ്ങായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ പലതും ചെയ്യുന്നുണ്ട്. അതിലൂടെ സുറിയാനി ഭാഷയുടെ പ്രോത്സാഹനം നടക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ആ ഒരു സുറിയാനി സമുദായം എന്ന് പറഞ്ഞാൽ മുമ്പ് കുറെ ഞാൻ വാക്കുകൾ പറഞ്ഞതെല്ലാം വരുന്ന ആ ഒരു തലം, അത് കുറച്ചുകൂടെ ആളുകളുടെ ജീവിതബന്ധിയായിട്ടുള്ള, ആളുകളുടെ പ്രായോഗിക ജീവിതവുമായിട്ട്, അവരുടെ കോമൺ സാമൂഹിക ജീവിതവുമായിട്ട്, കുടുംബപരമായ സാമുദായികമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ടും കൂടെ ഉള്ള ഒരുപാട് സാംസ്കാരികം എന്നിങ്ങനെയെല്ലാം പല പേരുകൾ നമുക്ക് ഇങ്ങനെ ഇതിന്റെ എന്താണ് അതിന്റെ വ്യാപനങ്ങൾ അങ്ങനെ പല മേഖലകളിലേക്കാണ്, എക്സ്റ്റൻഷൻ അത്രയും ഉണ്ട്. അങ്ങനെ ഉള്ളൊരു കാര്യം കൂടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എന്ന കാര്യം കുറച്ചു പേരെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് പറയുക. അപ്പോൾ നമ്മൾ വളരെ ദീർഘനേരം, ഏകദേശം ഒരു 1.25 മണിക്കൂറോളം നമ്മുടെ സുറിയാനി ഭാഷയെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും, വെറും ചരിത്രം മാത്രമല്ല, ഇതൊരു സംസ്കാരമാണ്, ജീവിതശൈലിയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അച്ഛന്റെ സംസാരത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തിയോളജി കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സുറിയാനി ക്ലാസ്സിനോട് ചേർത്ത് നിർത്തിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രകാരമാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരല്പനേരം, അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ആയിട്ട് സുറിയാനി ലാംഗ്വേജ് നമുക്ക് പഠിച്ചു പോകാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗ്രൂപ്പ് സജ്ജമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യ ദിവസമായ ഇന്ന് നമുക്ക് വളരെ മനോഹരമായിട്ട് തയ്യലച്ചൻ
സുന്ദരമായി സഭാചരിത്രം എല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമുക്കൊരു അല്പനേരം 2-3 പേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. എന്റെ പേര് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ. നമ്മുടെ അച്ഛന് ഇതിന്റെ ഡെവലപ്മെന്റിനെ പറഞ്ഞപ്പോ എസ്ട്രാങ്കേലയിൽ നിന്ന് ഡിവിഷൻ അതിന്റെ പേര് അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൊവൽസ് ആഡ് ചെയ്തുള്ള ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രാചീനമായ ലാംഗ്വേജ് വെസ്റ്റ് സിറിയക്കാണോ ഈസ്റ്റ് സിറിയക്കാണോ, അതെങ്ങനെയാണ് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നത്? അതോ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണോ അത് ഡെവലപ്പ് ആയി വന്നിരിക്കുന്നത്? കാരണം ഗ്രീക്കിന്റെ ഇൻഫ്ലുവൻസും ഹീബ്രുവിന്റെ ഇൻഫ്ലുവൻസും ആണ് നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നത്. വെസ്റ്റും ഈസ്റ്റും എന്ന് എടുത്ത് നമ്മൾ കൃത്യമായിട്ട് ആ സെപ്പറേഷനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേഷൻ ചിന്തിക്കാതെ ഇരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. എന്നാൽ വെസ്റ്റും ഈസ്റ്റും എന്ന് രണ്ടായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ അതിൽ ഈസ്റ്റിനാണ് പഴക്കം കൂടുതൽ. വെസ്റ്റ് താരതമ്യേന പുതിയതാണ്. അതിന്റെ ഡെവലപ്മെന്റിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ. എന്നാൽ ഇത് രണ്ടിന്റെയും കൂടെ കോമൺ ആയിട്ടുള്ള എസ്ത്രാങ്കല പുറകിൽ 2 ഭാഷകളും അംഗീകരിക്കുന്ന എസ്ത്രാങ്കലയുണ്ട്, അറമായയുണ്ട്. അപ്പോ വെസ്റ്റ് ഈസ്റ്റും തമ്മിൽ താരതമ്യം ചെയ്താൽ 6-ാം നൂറ്റാണ്ടോടുകൂടി ഈസ്റ്റിന്റെ ഒരു ഡെവലപ്മെന്റ് പൂർത്തിയായി. പിന്നീട് ഒരു ഡെവലപ്മെന്റ് കാണുന്നില്ല. 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ് വെസ്റ്റിന്റെ ഒരു ഡെവലപ്മെന്റ് ഏകദേശം ഒരു പൂർത്തിയായതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നീട് അതിൽ നിന്ന് മുന്നോട്ടൊരു ഡെവലപ്മെന്റ് ഒരു മാറ്റം നമ്മൾ അധികം കാണുന്നില്ല. കാരണം അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അന്ത്യോക്യൻ ആരാധനക്രമം, ജെറുസലേമിൽ നടന്ന ആരാധനക്രമവും ഒക്കെ നെസ്റ്റോറിയൻ ആരാധനക്രമത്തിന്റെ അതൊരു ഏൻഷ്യന്റ് ഒരു ഫീച്ചർ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതേ സമയത്ത് തന്നെ അത് ആ ഡെവലപ്മെന്റും സിറിയക്കിലുള്ള ഡെവലപ്മെന്റും അവിടെ ഓൾറെഡി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം റൈസ് ചെയ്തത്. ജെറുസലേം ലിറ്റർജിയെ കുറിച്ചാണോ പറയുന്നത്? അപ്പം അന്ത്യോക്യൻ ലിറ്റർജിയും ഒക്കെ ഏൻഷ്യന്റ് ലിറ്റർജികളിൽ ഒന്നാണല്ലോ അന്ത്യോക്യൻ ലിറ്റർജിയും. അതേ സമയത്ത് ഇൻഫ്ലുവൻസ് മധ്യകാല സുറിയാനി അന്ത്യോക്യ റോമ സാമ്രാജ്യത്തിനകത്ത് അകത്തുള്ളൊരു നാടാണ്. അപ്പൊ ഗ്രീക്കിന്റെ ഇൻഫ്ലുവൻസും അന്ത്യോക്യയിൽ ശക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ സുറിയാനി എന്ന് പറയുമ്പോ എസ്ത്രാങ്കല അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം ഞാനിപ്പോ അത് നമ്മുടെ സഭയിലെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ അത് ഈ ചോദ്യത്തിന് ഉത്തരമാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വെസ്റ്റ് സിറിയക്ക് എന്ന് നമ്മൾ പറയുന്ന ഈ അന്ത്യോക്യ ഇവിടെ മലങ്കരയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ അന്ത്യോക്യ ഉണ്ടായിരുന്നു പറയുന്ന ഒരു വാദഗതി കേൾക്കാറുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ആദിമ 4-5 നൂറ്റാണ്ടുകൾ ഈ പറയുന്ന എഫേസോസ് സുനദോസ് വരെയൊക്കെയുള്ള കാലഘട്ടങ്ങൾ, 5 നൂറ്റാണ്ടുകളിലെ 4 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് ഒരു സഭയും തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാത്ത കാലഘട്ടമാണ്. ആദ്യമായിട്ട് നമ്മളൊരു പ്രശ്നം പ്രകടമായിട്ട് കാണുന്നത് ഈ 431 എഫേസോസ് സുനദോസിലാണ്. അപ്പൊ അതുവരെ സഭകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സാഹോദര്യത്തിൽ ആയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് സെപ്പറേഷൻ, അതിനുശേഷമുള്ള സെപ്പറേഷനാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. അതുവരെ എല്ലാ സഭകൾക്കും തന്നെ പ്രത്യേകിച്ച് ഈ ജെറുസലേം ലിറ്റർജി, അപ്പം അന്ത്യോക്യ ലിറ്റർജി മാത്രമല്ല, ഈ ശ്ലീഹന്മാരുടെ കൂദാശ അത് വളരെ ജെറുസലേം ലിറ്റർജി തന്നെയാണ്. യഹൂദരുടെ ആരാധനാക്രമം പക്ക അതേപടി എടുത്ത് ഡെവലപ്പ് ചെയ്ത് ക്രിസ്ത്യനായിട്ട് ഒറ്റ കുരിശു വരച്ചു. അത്രയും മാത്രമേ അതിനകത്ത് വ്യത്യാസം പറയാറുണ്ട്. ഈ ശ്ലീഹന്മാരുടെ കൂദാശ, തോമാസ് ശ്ലീഹായുടെ ശിഷ്യന്മാരായ മാർ അദ്ദായി മാറിയുടെ അവരുടെ പേരിൽ അറിയപ്പെടുന്ന ആ കൂദാശ അത് പക്ക ജൂയിഷ് പ്രയറാണ്. അപ്പൊ അത് ജെറുസലേം ലിറ്റർജിയാണ്. ഏൻഷ്യന്റ് ലിറ്റർജികളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പൊ അതേസമയം യാക്കോബിൻ അനാഫോറ എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്ത്യോക്യ ലിറ്റർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാക്കോബിൻ അനാഫോറയും ജെറുസലേം ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇതിനകത്ത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗ്രീക്ക് ഇൻഫ്ലുവൻസും പിന്നെ റോമാ സാമ്രാജ്യത്തിനകത്തെ പശ്ചാത്തലം എല്ലാം പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കലർപ്പിന്റെ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിന്റെ ഒരു സ്വാധീനം കൂടുതലായിട്ട് വരികയും അവിടെ ആ പ്യൂരിറ്റിയിൽ പിന്നെ മറ്റു കുർബാനക്രമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ, കുറച്ചുകൂടെ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ദൈവശാസ്ത്ര കേന്ദ്രങ്ങളിൽ കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ഈ കലർപ്പില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തേദോറിന്റെയും നെസ്തോറിന്റെയും കൂദാശക്രമം, സ്ത്രീഹന്മാരുടെ കൂദാശക്രമത്തിന്റെ
കുറച്ചുകൂടെ വ്യാഖ്യാനങ്ങളോട് കൂടിയ തേദോറിന്റെയും നെസ്തോർ, ഇവരെല്ലാം ആരാണ്? അന്ത്യോക്യൻ ദൈവശാസ്ത്രജ്ഞന്മാരാണ്. ഈ അന്ത്യോക്യൻ ദൈവശാസ്ത്രത്തിന് രണ്ട് ഫേസ് ഉണ്ട്. ഇപ്പോൾ അന്ത്യോക്യൻ സഭകള് അന്ത്യോക്യൻ ദൈവശാസ്ത്രം അല്ല. അന്ത്യോക്യൻ ദൈവശാസ്ത്രം ഒറിജിനൽ ആയിരുന്ന, ഹോൾഡ് ചെയ്തിരുന്ന ആശയം നെസ്തോറിലൂടെ അത് തള്ളിപ്പറയപ്പെട്ടു. നെസ്തോറിനെയും ആ ദൈവശാസ്ത്രത്തെയും തള്ളിപ്പറഞ്ഞത് വഴി പിന്നെ അന്ത്യോക്യൻ അന്ത്യോക്യ സഭകളിലും എല്ലാം ഈ അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രം റോമാ സാമ്രാജ്യം മുഴുവൻ വ്യാപിച്ചു. അന്ത്യോക്യ സഭയെ അത് സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ അന്ത്യോക്യൻ ദൈവശാസ്ത്രം രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നെസ്തോറിന്റെ പേരിൽ അറിയപ്പെടുന്ന ആശയമാണ്. അത് നെസ്തോറിന്റെ ആശയമൊന്നുമല്ല, നെസ്തോറിന്റെ പേരിൽ അറിയപ്പെടുന്ന പഴയ ആദിമസഭയുടെ ആശയം തന്നെയാണ്. അതേസമയം അലക്സാണ്ട്രിയയുടെ ആശയം റോമാ സാമ്രാജ്യത്തില് ഈ 431 എഫേസോസ് സുനോദോസിലൂടെ അവിടെ സാമ്രാജ്യത്തിന് ഇനി അതേ പറ്റത്തുള്ളൂ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അന്ത്യോക്യയുടെ രണ്ടാം ഘട്ടമായിട്ട് വേണം അതിനെ കാണാൻ. ഒറിജിനൽ അന്ത്യോക്യൻ, അതായത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, അത് റോമാ സാമ്രാജ്യത്തിന് വെളിയിലേക്ക് അതിന് സാധ്യതയുള്ളൂ. മറിച്ച് അലക്സാണ്ട്രിയൻ ഇൻഫ്ലുവൻസ്, അത് കോപ്റ്റിക്കാണ്, ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് വരുന്നതായിട്ട് കാണുകയാണ്. അപ്പൊ അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ചരിത്രം ഉണ്ട്. പക്ഷെ ഈ ജെറുസലേം ലിറ്റർജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആ സ്ത്രീഹന്മാരുടെ കൂദാശയിലൂടെ അതിന്റെ ഡെവലപ്മെന്റ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ യാക്കോബിന്റെ കുറെ ഞാൻ അധികം പഠിച്ചിട്ടില്ല. അത് ജെറുസലേം ലിറ്റർജിയുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്ന് ആണ് കേട്ടിട്ടുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ളതും. ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. എനിവേ, ആ റോമാ സാമ്രാജ്യത്തിലെ സഭകളിലെല്ലാം ഒരു ഗ്രീക്കിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് സംശയലേശമന്യേ പറയാൻ പറ്റും സാഹചര്യങ്ങൾ പഠിക്കുമ്പോൾ. താങ്ക് യു അച്ഛാ. ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. നമ്മൾ സാധാരണ ഈ മറ്റു പലരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സുറിയാനി ഭ്രാന്തന്മാർ എന്ന് പറയുന്ന പോലെ എന്തിനാണ് നമ്മൾ വീണ്ടും സുറിയാനിയിലേക്ക് പോകുന്നത്? മലയാളത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോരെ, ഭാഷ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പൊ അവരോട് നമുക്ക് ഇതൊരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പൈതൃകമാണ് എന്നതിന്റെ അപ്പുറം നമുക്ക് വളരെ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് ലോജിക്കലായിട്ട് നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന ഒരു കൺവിൻസിങ് ഒരു റെസ്പോൺസ് എന്തായിരിക്കും? വെറും ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമോ, വെറും നമ്മുടേതായതുകൊണ്ട് മാത്രമോ അല്ല. ഇത് സഭയുടെ നിലനിൽപ്പിന്റെ വിഷയമാണല്ലോ, ക്രിസ്ത്യാനിറ്റിയുടെ നിലനിൽപ്പിന്റെ വിഷയമാണിത്. ഈ ഒറിജിനലിൽ നിന്ന്, ആദിമസഭയുടെ ഈ പ്യൂരിറ്റി, ഈശോയുടെ തന്നെ ഈ സംസ്കാരത്തിൽ നിന്ന്, ഇതിൽ നിന്ന് നമ്മൾ സഭയെ മാറ്റി വേറൊന്നായിട്ട് അവതരിപ്പിച്ചാൽ, അങ്ങനെയാണ് ഗ്രീക്കിലും ലത്തീനിലും ഒക്കെ സംഭവിച്ചത്. അപ്പം ബൈബിളിൽ നിന്നും, ബൈബിൾ സംസ്കാരത്തെല്ലാം മാറ്റി നമ്മൾ അവതരിപ്പിച്ചാൽ അത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ക്രിസ്ത്യാനിറ്റിയെ തന്നെ ലോകം തെറ്റിദ്ധരിക്കാനായിട്ട് ഇടയാകുക. ക്രിസ്ത്യാനിറ്റി അതിന്റെ പ്യൂരിറ്റിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ ആദിമ നൂറ്റാണ്ടിൽ, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഡെവലപ്മെന്റ് കലർപ്പില്ലാതെ വളർന്നതുകൊണ്ട് സുറിയാനി എന്ന് പറയുന്ന ഒരു അസ്തിത്വപരമായ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇന്ന് തന്നെ ഞാൻ ഒരു കുടുംബയോഗത്തിൽ പോയപ്പോ എന്നോട് ഞങ്ങൾ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രാർത്ഥന സമയത്ത് മലയാളം വന്നപ്പോൾ ഞങ്ങൾ വലിയ സന്തോഷമായി. ഇനിയിപ്പോ വീണ്ടും നിങ്ങളെല്ലാം കൂടെ സുറിയാനി ഇതുകൊണ്ട് വരുവാണോ എന്ന് ഒരു വലിയ അമ്മച്ചി, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി എന്നോട് ചോദിച്ചു ഇന്ന് പാലായിൽ വെച്ച്. ഒരു കുടുംബയോഗത്തിൽ പങ്കെടുത്തപ്പോഴാണ്. കുടക്കച്ചറ അന്തോണിക്കത്തനാർ കുടുംബയോഗത്തിലെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവരെ ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന്റെയൊക്കെ ചരിത്ര സംഭാവനകൾ നമുക്ക് ചെയ്യാമല്ലോ, പറയാൻ സമയമില്ലാത്തത് പറയുന്നില്ല. ഇറാഖിലേക്ക് 2 തവണ പോയി, 2ാമത്തെ തവണ അവിടെ വെച്ച് മരിച്ച് വ്യക്തിയാണ്. അപ്പോ ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് നമ്മളോട് ചോദിക്കാം. അപ്പൊ പിന്നെ വെറുതെക്കാരുടെ കാര്യം പറയും കൂടെ വേണ്ടല്ലോ. നിങ്ങളുടെ ചരിത്രം അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ പോലും ഇങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ വേണ്ടാത്ത പരിപാടി ചെയ്യുക. അപ്പോ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞതാണ്, അമ്മച്ചി ഇതിപ്പം നമ്മൾ സുറിയാനിയെ പാടെ അങ്ങോട്ട് കളയാൻ എന്താ ഇതിനകത്ത് വെറുക്കാനായിട്ട് ഇതിനകത്ത് കാര്യമിരിക്കുന്നത്? നമ്മുടെ സ്വന്തം ആണ്, നമ്മുടെ മുമ്പ് സൂചിപ്പിച്ച ഐഡന്റിറ്റി, നമ്മുടെ ഒരു യുണീക്ക്നെസ്, നമ്മുടെ ഒരു എന്താണ് സത്താപരമായ ഒരു സംഭവമാണ്. അതിനെ നമ്മൾ കളയാതെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്തെങ്കിലും സൂക്ഷിക്കാൻ പറ്റുമോ? അതെന്തിനാന്ന് ചോദിച്ചാല് ഇത് കർത്താവിന്റെ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പ്രബോധനത്തിന്റെ ഭാഗമാണ്. കർത്താവ് ഈശോ മിശിഹാ ശിഷ്യന്മാർക്ക് 12 പേർക്കും തുല്യ ദൗത്യമാണ് കൊടുത്തത്, അല്ലാണ്ട് പത്രോസിന് മാത്രമല്ല കൊടുത്തത്. 12 പേർക്കും തുല്യ ദൗത്യം കൊടുത്തപ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങൾ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ 12 സിംഹാസനങ്ങളിൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്ലീഹന്മാർക്ക് അവരുടെ പിൻഗാമികളാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പത്രോസിന്റെ മാത്രമല്ലാത്ത 12 പേർക്കും കർത്താവ് കൊടുത്ത ആ ദൗത്യത്തിന്റെ തുടർച്ച നമ്മൾ തോമായുടെ മാർഗം,
അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈശോയുടെ ഒരേ വചനം, ഒരേ സംഭവം, ഈശോയുടെ തന്നെ ഒരേ ഒരാളുടെ കാര്യങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കായി, യോഹന്നാൻ എഴുതി മത്തായി മാത്രം മതി എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷം മാത്രം മതി എന്ന് പറയുന്നത് തെറ്റായിരിക്കുന്നത് പോലെ തന്നെ സഭ ഒന്നേ ഒന്ന് മതി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഈ ഒരുപക്ഷെ സുറിയാനി നിഷേധിക്കുന്നവർക്ക് ഏതെങ്കിലും വേറൊന്ന് മതി എന്നൊരു ആശയം കാണുമായിരിക്കും, അല്ലെങ്കിൽ പ്രാദേശികം മാത്രം മതി എന്നൊരു ആശയം കാണുമായിരിക്കും. എനിവേ തോമസ് ലീഹായുടെ ആ ഒരു നിലനിൽപ്പിന്റെ, തോമസ് ലീഹായുടെ പാരമ്പര്യത്തിന്റെ, അത് കർത്താവിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. നമ്മളിത് ചെയ്യുമ്പോൾ ഇത് ദൈവരാജ്യമായിട്ട് ബന്ധമില്ല, ഇത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് 12 സ്ലീഹന്മാരുടെ സ്നൈഹിക സഭകളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നും സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ ദഹിക്കുകയില്ല, എങ്കിലും നമുക്കത് പറയാൻ പറ്റുന്ന പോലെ പറഞ്ഞു പിടിപ്പിക്കാം. ഓക്കെ, താങ്ക് യു അച്ഛൻ. ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്, ഒരാൾക്കും കൂടെ ചോദിക്കാം. അഭിമലക്കച്ചനെ പോലുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പേടിച്ച ക്ലാസ്. ഓക്കെ, അപ്പൊ മറ്റാർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വളരെ സുന്ദരമായി അച്ഛൻ്റെ അറിവുകൾ നമുക്ക് പങ്കുവെച്ചു തന്നു. ഏറെ സ്നേഹത്തോടെ അച്ഛനെ ഓർക്കുന്നു. വളരെയേറെ തിരക്കുകളുണ്ട് അച്ഛന്, കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എക്യൂമെനിസത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് തൈലച്ചൻ. ഇനി ഇന്നിപ്പോ ഈ ക്ലാസ്സിന് ശേഷം അടുത്തൊരു പ്രോഗ്രാമും കൂടെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. എന്നിട്ടും അച്ഛൻ നമ്മളോട് സ്നേഹത്തെ പ്രതി ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂറോളമായി. അച്ഛനെ ഏറെ സ്നേഹത്തോടെ നിരീരിക്കൽ മാണിക്കത്തിനായും പുലിക്കോട്ടിൽ രണ്ടാമൻ അഥവാ ദിവനാസ്യ സഞ്ചാമൻ രണ്ടുപേരും കൂടെ ചേർന്ന് തുടങ്ങിയ നസ്രാണി ജാതീയ സംഘം, അതിന്റെ ഉപജ്ഞാതാവായ നിരീരിക്കൽ മാണിക്കത്തിനാരുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ തറവാട്ടിൽ ഒരു നസ്രാണി സമുദായ ഐക്യ യോഗമുണ്ട്. 7 നസ്രാണി സഭകളിൽ നിന്നുള്ള മെത്രാന്മാരുടെ നേതൃത്വത്തിൽ, മെത്രാന്മാർ 7 സഭകളിൽ നിന്നുണ്ട്. കൂടാതെ വിശ്വാസ പ്രതിനിധികളും വൈദിക പ്രതിനിധികളും പങ്കെടുക്കുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം തൈലച്ചനെ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ ഇടയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും നമുക്ക് ഈ സുറിയാനി ക്ലാസ് തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ക്രമാനുസൃതമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ അറിയിച്ചുകൊള്ളും. അപ്പോൾ ഇന്ന് ക്ലാസ് എടുത്ത തൈലച്ചനും ഒപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ക്ഷമിക്കണമേ. താങ്ക് യു കേട്ടോ, താങ്ക് യു.